بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي جد لي فجودك منتظر، للمرتجي لا سيما أهل الفقر. ما لي سوى مدحي وحبي من ذخر، فهما الذخيرة لي ونعم المدخر. بهما رجائي أن عيني قد تقر، إذ ما يقابل كل ساع بالأجر. يا رب صل على النبي محمد، منجي الخلائق من جهنم في غدي. സർവാദരണീയരായ സയ്യിദവർകളെ, നമ്മുടെ ഖാദി കൂടിയായ ബുഖാരി ഉസ്താദ് അവർകളെ, ഖത്തീബ് ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, കാരണവന്മാർ, മുത്തഅല്ലിംകൾ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ബുർഉദ്ദാ മജ്ലിസും പ്രാർത്ഥനാ സദസ്സും എല്ലാം നടത്തപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു വെള്ളിയാഴ്ച രാവിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്.
സ്വലാത്തിനും മദ്ഹിനും കൂടുതൽ മഹത്വം നിറഞ്ഞ രാത്രി കൂടിയാണ് വെള്ളിയാഴ്ച രാവ്. ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട രാവ് എന്ന ഒരു പ്രത്യേകത ഈ വെള്ളിയാഴ്ച രാവിനുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവുകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബുർദ മജ്ലിസും സ്വലാത്തുകളും ദിക്റുകളുമൊക്കെ ഇവിടെ നിർവഹിക്കപ്പെടാനുണ്ട്. അതിനു മുമ്പ് ഒരൽപ്പം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനു മുന്നിൽ ജനിച്ച് ജീവിച്ച് വളർന്നു വരുന്ന കാലം ഏറ്റവും അധികം അസാൻമാർഗിക പ്രവണതകൾ നിറഞ്ഞ ഒരു യുഗമായിരുന്നു. മനുഷ്യ സമൂഹം ഒരു മടക്കയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു യുഗത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. വിജ്ഞാനവും വിവരവും ആത്മീയതയും ഇല്ലാത്ത മുസ്ലിം നാമമാത്ര സമൂഹമായി നമ്മുടെ സമൂഹം പരിമിതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാകൂല. പേരിൽ മാത്രം ഇസ്ലാമിയത്ത് നിലനിൽക്കുന്ന, ഉപ്പയുടെയും ഉമ്മയുടെയും നാമങ്ങളിൽ മാത്രം മുസ്ലിം മെമ്പർഷിപ്പ് നിലനിൽക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇസ്ലാമിക സംസ്കാരവും ജ്ഞാനവും ആത്മബോധവും ഉള്ള ആളുകൾ നാൾക്ക് നാൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജീവിതം ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത് നമ്മുടെ ഈ യുഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റാകൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തെ സമുദ്ധരിച്ചത് ഏറ്റവും പ്രധാനമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശം, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം, ഒരു മുസ്ലിം പിതാവും മാതാവും ജീവിക്കുന്ന ഒരു കുടുംബം നല്ല കുടുംബമായി തീരാൻ ആ വീട്ടിലെ കുടുംബനാഥൻ മാതൃകായോഗ്യനാകണം. അല്ലാതിരുന്നാൽ അതിന് സാധിക്കുകയില്ല. 6-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ കുട്ടിക്കാലം മുതൽക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് ആ ജീവിതത്തിലൂടെ അവരുടെ ജീവിതം മാറ്റുകയായിരുന്നു. തീർത്തും അവിടുത്തെ ജീവിതമാണ് മാതൃകയാക്കി മുന്നോട്ട് വെച്ച് കാണിച്ചു കൊടുത്തത്. എല്ലാ ആളുകളും ആ ജീവിതത്തിന്റെ ഓരോ ശൈലിയും ഓരോ നീക്കുപോക്കുകളും ഓരോ സ്വഭാവ രീതികളും
പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പകാലം മുതൽക്ക് തന്നെ അവരിൽ സ്വാധീനിക്കപ്പെട്ടത്. വേറെ എന്താണ് നിങ്ങൾ നോക്ക്, സമൂഹത്തിലെ ഏറ്റവും വലിയ സ്വാധീനത്തിന്റെ ഒരു ശക്തി തീർത്തും അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾ വേഷഭൂഷാദികളിലല്ല മാറേണ്ടത്. തീർത്തും അവരവരുടെ സ്വഭാവ സംസ്കൃതികളിലാണ് ഏറ്റവും വലിയ മാറ്റം സ്വീകരിക്കേണ്ടത്. അബൂ ത്വാലിബ് തന്റെ ജീവിതത്തിൽ 8ാമത്തെ വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8ാമത്തെ വയസ്സ് മുതൽ അവിടുത്തെ സംരക്ഷണം ഏറ്റെടുത്ത് പോറ്റി വളർത്താൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് അബൂ ത്വാലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ മൂത്താപ്പ. ആ അബൂ ത്വാലിബ് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയത് ഖുർആനും ഹദീസും ഒക്കെ കേൾക്കുന്നതിന് മുമ്പ്, ഇതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ വിശുദ്ധ ജീവിതത്തിലൂടെയായിരുന്നു. നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ നമ്മളെ കണ്ടു പകർത്താൻ എന്തുണ്ട്? ഒന്നുമില്ല. എന്താ ഉള്ളത്? ഇസ്ലാമിയത്തിൽ ഇസ്ലാമിക ലെവലിൽ ജീവിക്കുന്ന നിങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ ഒരാള് ഇസ്ലാമിക സ്റ്റേറ്റിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ പുറം നാടുകളിൽ എവിടെയെങ്കിലും ഒന്ന് പോയാൽ നമ്മളെ കണ്ട് പകർത്താൻ നമ്മിൽ എന്തുണ്ട്? എന്തുണ്ട്? ഒന്നുമില്ല. എന്താ ഒന്നുമില്ലാത്തത്? അതിനുള്ള ഇൽമില്ല. പ്രധാനമായും അറിവാണ് ഏറ്റവും വലുത്. ഏറ്റവും വലിയ ധനം അറിവാണ്. സംസ്കാരം ഉണ്ടാക്കി തീർക്കുന്ന അറിവ്, സർട്ടിഫിക്കറ്റിന്റെ കട്ടി കൂടുന്ന അറിവല്ല. മനുഷ്യന്റെ സ്വഭാവത്തിലും അവന്റെ മനസ്സിലും അവന്റെ കുടുംബത്തിലും അവന്റെ നടത്തത്തിലും അവന്റെ ഇരുത്തത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും മാന്യതയുടെ മനുഷ്യനാക്കുന്ന രീതിയിലുള്ള സംസ്കാരബോധമുള്ള അറിവ്. അതിന് ദീൻ പഠിക്കണം, നന്നായി ദീന് പഠിക്കണം. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാഹ് ദർസ് നടക്കുന്നുണ്ട്, വലിയ സന്തോഷമാണ്. എല്ലാവരും അതിനെ സഹായിക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഒത്താശകളും സഹായങ്ങളും ഒക്കെ ദീനിനോടുള്ള വലിയ സഹകരണമാണ്. ആ ദർസിൽ ആഴ്ചയിൽ ഒരിക്കലോ ഏതെങ്കിലും ഒരു ദിവസം രാവിലെയോ എല്ലാ ദിവസവും രാവിലെയോ വന്ന് ഒരു 10-20 മിനിറ്റ് ചെലവഴിച്ച് ഒരു ഹദീസ് പഠിച്ചാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. അങ്ങനെ മാറാൻ കഴിയൂ. അല്ലാതെ നിങ്ങൾക്ക് നമുക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇഷ്ടം പോലെ കെട്ടുകണക്കിന് സമ്പത്ത് കിട്ടിയാൽ മാറും? മാറൂല. അത് വെറുതെയാ. ഈ രാജ്യത്തിന്റെ സ്ഥാനം ഒന്നായിട്ട് ഏൽപ്പിച്ചെന്നാ മാറും തോന്നുന്നുണ്ടോ? മാറൂല. മാറ്റമുണ്ടാകണമെങ്കിൽ പ്രധാനമായും അറിവ് അനിവാര്യമാണ്. അത് സ്ത്രീക്കും അനിവാര്യമാണ്, പുരുഷനും അനിവാര്യമാണ്. അതെത്ര കണ്ട് തുലോം കണക്കിന് കുറയുന്നോ നമ്മുടെ സമൂഹം ഏറ്റവും വലിയ മരവിപ്പിലേക്കും അരാജകത്വത്തിലേക്കും സംസ്കാര ശൂന്യതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കും. അബീ ത്വാലിബ് എങ്ങനെ മാറ്റുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിൽ വന്ന് താമസിച്ചപ്പോ അബൂ ത്വാലിബിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് എവിടുന്ന് വരികയാണെങ്കിലും കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും ഒരു പലഹാരമോ അല്ലെങ്കിൽ ഒരു പുതിയ ഭക്ഷണമോ കൊണ്ടുവരും. എന്നിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് അവരെ മുന്നിൽ വെക്കും. എല്ലാ മക്കളും ഓടിക്കൂടി, മക്കളും പേരക്കുട്ടികളൊക്കെ ഓടി വന്ന് തിക്കും തിരക്കും കൂട്ടിയിട്ട് അതിൽ നിന്നെടുക്കും.
ഈ ഒരു ശൈലിയിൽ അവർക്കിടയിൽ ഭക്ഷണത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടാതെ, അതിന്റെ ഇടയിൽ പോയിട്ട് തിക്കും തിരക്കും കൂട്ടിയിട്ട് വാരിയെടുക്കാതെ മാറി നിൽക്കുന്നു ഒരേ ഒരു കുട്ടി, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ തിക്കും തിരക്കൊന്നും കൂട്ടുന്നില്ല. അൽ അമീൻ അവിടെ മാറി നിൽക്കുകയാണ്. അങ്ങനെ മാറി നിൽക്കുമ്പോ അബൂ ത്വാലിബ് ചിന്തിച്ചു, എന്താ ഇപ്പൊ സംഗതി മാറി നിൽക്കുന്നത്? എന്റെ മക്കളെല്ലാവരും വന്ന് ഈ തളികയിൽ നിന്ന് ഓരോരുത്തർക്ക് ആവും വിധം വലിച്ച് വാരി, കഴിവിന്റെ പരമാവധി വാരിക്കൂട്ടി എല്ലാവരും എടുത്തു പോകുമ്പോ ഈ ഒരു പൊന്നുമോന് മാത്രം തിക്കും തിരക്കും കൂട്ടാതെ എന്താ മാറി നിൽക്കുന്നത് ചോദിച്ചു. അൽ അമീൻ അവിടുന്ന് മറുപടി നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭക്ഷണം തിക്കും തിരക്കും കൂട്ടി വാരി വലിച്ചു കൂട്ടിയെടുക്കേണ്ട ഒന്നല്ല. അന്ന് നിർത്തിയ അബൂ ത്വാലിബ പണി നോക്ക് നിങ്ങൾ, ആ ഒരു രംഗം കണ്ടിട്ടേ ഉള്ളൂ. അന്ന് നിർത്തി. പിന്നെ കൊണ്ടുവരുന്നതൊക്കെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് അങ്ങനെ സപ്ലൈ ചെയ്യാണ്. വാരിക്കൂട്ടിയെടുക്കേണ്ട ഒരു സ്വഭാവമല്ല അത്. എല്ലാ രംഗത്തും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച, തങ്ങൾ കാണിച്ചു തന്ന ആ വിശുദ്ധി, അത് ജീവിതത്തിൽ എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നുവോ, എത്രമാത്രം കരുതിക്കൊണ്ട് നടക്കുന്നുവോ, അത്രമാത്രം നമ്മുടെ ജീവിതത്തിലും സംശുദ്ധി ഉണ്ടാകും. നമ്മുടെ ആളുകൾക്ക് അതിനേക്കാളും സ്നേഹം, അതിനേക്കാളും ഇഷ്ടം വെസ്റ്റേൺ കൾച്ചറിനോടാണെങ്കിൽ നമ്മൾ അധപ്പതനത്തിലേക്ക് പോകും. വരുന്ന ആൾക്കാരെ മുഴുവനും, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ ആൾക്കാരെ മുഴുവനും വരി വരിയായി ക്യൂ നിർത്തിയിട്ട് കയ്യിൽ പാത്രം കൊടുത്തിട്ട് അവരവരെ കൊണ്ട് വിളമ്പിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചാരി വെച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പാശ്ചാത്യൻ ശൈലിയാണോ സ്വീകരിക്കുന്നത്? നമ്മുടെ കാര്യം പോക്കാണ്. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ പലയിടത്തും ആളുകൾ സ്വീകരിക്കുന്ന ഒരു ശൈലി, പലർക്കും അത് പുതുമയുള്ള സന്തോഷത്തിന്റെ ശൈലിയായിട്ടൊക്കെ തോന്നുന്നത്. പക്ഷെ അത് പുതുമയുള്ള സന്തോഷത്തിന്റെ ശൈലിയല്ല, അറുവഷളൻ ഏർപ്പാടാണ്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയത് 4 പേരെയാണെങ്കിലും, ഒരാളെയാണെങ്കിലും, 2 ആളെയാണെങ്കിലും അവർക്ക് മുന്നിൽ ഒരു ഇക്റാമുണ്ട്, ആദരവുണ്ട്, ബഹുമാനം ഉണ്ട്. അവർ ഇരിക്കുന്നിടത്തേക്ക് ആതിഥേയൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. ആതിഥേയനാള് എത്ര വലിയ നേതാവാണെങ്കിലും അയാളുടെ കൈകൊണ്ട് ആ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ട് വന്ന ആൾ അങ്ങോട്ട് സൽക്കരിക്കണം. ഭക്ഷണം വെച്ചിടത്തേക്ക് പാത്രവും കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ച് വാരിയെടുത്ത് വിളമ്പിയെടുത്ത് എവിടെയെങ്കിലും ഒന്ന് കുത്തിച്ചാരി നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാടല്ല. ഞാൻ എന്തിനാ ഈ ഉദാഹരണം പറഞ്ഞത്? നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം ഇങ്ങനെയുള്ള ഓരോ ശൈലികളോടാണ് ആണിനും പെണ്ണിനും താല്പര്യം. ഇങ്ങനെ പുതുതായി വരുന്ന, ചേക്കേറി വരുന്ന ഇസ്ലാമിന്റെ സംസ്കൃതി ഏറ്റവും അധികം തച്ച് തകർക്കുന്ന, നശിപ്പിക്കുന്ന ദുരന്തങ്ങളോടാണ് താല്പര്യം. അങ്ങനെ ആളുകൾ സ്വീകരിക്കുന്ന ഓരോന്നും 1, 2 എന്നല്ല, ഞാൻ ആ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിന്റെ അടിസ്ഥാന തത്വം ഇൽമിന്റെ കുറവാണ്. നമ്മൾ ആൾക്കാർ പറയില്ല, ആൾക്കാർക്ക് ഇൽമു കൂടുതലാണ്. ഞാൻ പറയും, ആൾക്കാർക്ക് ഇൽമു കുറവാണ്. നന്നേ കുറവാണ്. കഴിഞ്ഞുള്ളതിനേക്കാളും കുറവാണ് കൊല്ലം. എന്താ ഉസ്താദ് നിങ്ങൾ അങ്ങനെ പറയണത്? ആളുകളുടെ സംസ്കാരം നോക്കിയാൽ മനസ്സിലാകും കുറവാണോ അല്ലേ. വിശുദ്ധി നോക്കിയാൽ മനസ്സിലാകും കുറവാണോ അല്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തിക്കും തിരക്കും കൂട്ടാതെ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം അബൂ ത്വാലിബ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുന്ന ഒരു മോനെ ഞാൻ കണ്ടത് അൽ അമീനെയാണ്. എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതുവരെ ഒരൊറ്റ കുട്ടിയെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആയത്തും ഹദീസൊന്നും ഓതിക്കൊടുക്കാൻ സമയമായിട്ടില്ല, തങ്ങൾ അതിലേക്കല്ലേ വരുന്നത്. അതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ ജീവിതത്തിന്റെ വിശുദ്ധി, പരിശുദ്ധി, അതാണ് മുന്നോട്ട് സമർപ്പിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹംദ് ചൊല്ലുന്നു. കിടന്നുറങ്ങുന്നിടത്തും നടക്കുന്നിടത്തും സഹവസിക്കുന്നിടത്തും അവിടുന്ന് കാണിക്കുന്ന പെരുമാറ്റ ശീലങ്ങൾ, ശൈലികൾ, ഇതെല്ലാം അബൂ ത്വാലിബിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ അറേബ്യയിൽ നട്ടുവളർത്തിയ ഏറ്റവും വലിയ പരിശുദ്ധി, സിദ്ഖ്, അമാനത്ത്, വിശ്വസ്തത, സത്യസന്ധത, അൽ അമീൻ എന്നൊരു വിളിപ്പേര് ജനങ്ങൾക്കിടയിലെല്ലാം ആ ഒരു വിളിപ്പേരിന്റെ ആ ഒരു തനിമയും അതിന്റെ പകർപ്പും ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല അയക്കുന്നത് സംസ്കാരങ്ങളൊക്കെ തകർന്ന രീതിയിൽ ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിലാണ്. അവർക്കിടയിൽ ജീവിച്ച് കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ നബിയാണ് എന്ന് കുട്ടിക്കാലത്ത് തന്നെ ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ജീവിതത്തിന്റെ പരിശുദ്ധിയാണ് തങ്ങൾ സ്വീകരിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് കഅബ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകൾ നഗ്നരായിട്ടായിരുന്നു പലരും കഅബ ചുറ്റിയിരുന്നത്. നഗ്നരായി പ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരൊറ്റ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സാക്ഷിയാകാറില്ല. മക്കയിൽ നടക്കുന്ന ഏതെല്ലാം കല്യാണങ്ങളും പേക്കൂത്തരങ്ങളും ഉണ്ട്, പക്ഷെ എല്ലാവരും മനസ്സിലാക്കിയ ഒന്നുണ്ട്, അത്തരത്തിലുള്ള ഒരൊറ്റ സ്റ്റേജിലും ഒരൊറ്റ സദസ്സിലും ഒരൊറ്റ വിഷയത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാറില്ല, അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകാറില്ല, നേതൃത്വം കൊടുക്കാറില്ല, പങ്കുവഹിക്കാറില്ല. ഇതെന്താണ് അവരെ മുന്നിൽ വരച്ചു കാണിക്കുന്ന ചിത്രം? ജീവിതത്തിന്റെ പരിശുദ്ധി അത് വേറൊന്നാണ്. നിങ്ങൾ ഈ നിർവഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നുമല്ല ജീവിതത്തിന്റെ പരിശുദ്ധി ഉള്ളത്, വേറെ ഒരു രൂപത്തിലും വേറൊരു ഭാവത്തിലുമാണ്. നടത്തിപ്പിലും സഹവാസത്തിലും സമ്പർക്കത്തിലും എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന, അനുഭവിക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്നത്, വിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഹിറഖൽ ചക്രവർത്തി സുദീർഘമായി അന്വേഷിച്ചു അബൂ സുഫിയാനോട്. അന്ന് അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അബൂ സുഫിയാൻ പറയുന്നത്, ഞങ്ങളോട് എപ്പോൾ എന്ത് വിഷയങ്ങൾ സംസാരിക്കുകയാണെങ്കിലും ബിസ്സുദ്ഖി കാന യഅ്മുറുനാ ബിസ്സുദ്ഖി വൽ അഫാഫി വസിലത്തിൽ അർഹാം വസ്സദഖ, എപ്പോഴും ഞങ്ങളോട് കൽപ്പിക്കാറുള്ളത് പരിശുദ്ധി നിലനിർത്താനാണ്, കുടുംബബന്ധം പുലർത്താൻ, സാധുക്കളെ സഹായിക്കാൻ, അതുപോലെ തന്നെ സത്യസന്ധമായി ജീവിക്കാൻ, വിശ്വസ്തത കാത്തു സൂക്ഷിക്കാൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് എപ്പോഴും ഞങ്ങളോട് കൽപ്പിക്കാറുള്ളത്. അബൂ സുഫിയാൻ ഈ വിഷയം എണ്ണി 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 പറയുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. അതിനു മുമ്പാണ് ഈ തീരുമാനങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയൂ? ഒരു മറുചിത്രം ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. അല്ലാഹു തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് ഫിൽ ഉമ്മിയീൻ, നിരക്ഷരരായ ആളുകളിൽ അവരിൽപ്പെട്ട ഒരു ദൂതനെ അവർക്കിടയിൽ ജീവിച്ച് അവർ കണ്ടു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പക്വതയിലും പാകതയിലും ജീവിതത്തെ പാകപ്പെടുത്തിയ അവരിൽപ്പെട്ട ഒരു റസൂലിനെ അല്ലാഹു അയച്ചു. ആ റസൂൽ യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു, പരിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു. കള്ളം പറഞ്ഞ് ശീലമാക്കിയ ആളുകളെ കളവിൽ നിന്ന് മുക്തമാക്കുന്നു. തസ്കര ജീവിതം നയിച്ച ആളുകളെ അതിൽ നിന്ന് മാറ്റിയിട്ട് സമ്പാദ്യത്തോടുകൂടെ ഹലാലായ നിലക്ക് ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അതേ, കൊള്ളയും കൊള്ളിവെപ്പും അക്രമങ്ങളും മാത്രം കൈമുതലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളെ ഘട്ടം ഘട്ടമായി അതിൽ നിന്ന് മാറ്റിയെടുത്ത് സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കി മാറ്റുന്നു. വേശ്യാവൃത്തിയും ലഹരിയും മാത്രം കൈമുതലാക്കി ജീവിച്ച ആളുകളെ ലഹരിമുക്തമായ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുന്നു. അനാവശ്യ സ്വഭാവങ്ങളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല മാർഗം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സംസ്കാരവും സംശുദ്ധിയും നൽകുന്നു. ദുസ്വഭാവങ്ങൾ മുഴുവനും ഘട്ടം ഘട്ടമായി മാറിപ്പോകുന്നു. ദുസ്വഭാവങ്ങൾ മുഴുവനും പകർത്തിയ ആളുകളെ ദുസ്വഭാവങ്ങളിൽ നിന്ന് നല്ല നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് സംസ്കരിക്കുന്നു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അല്ലാഹുവിൻ്റെ അധ്യാപനങ്ങൾ ഓതിക്കൊടുത്ത് അവർക്ക് തസ്കിയത്ത് നൽകുന്നു, സംസ്കൃതി നൽകുന്നു, പരിശുദ്ധി നൽകുന്നു. സത്യം പറയാൻ പ്രേരണ നൽകിയതുകൊണ്ട് എല്ലാ സത്യത്തിൻ്റെ ഭാഗങ്ങളും മാത്രം ശീലമാക്കി മുന്നോട്ട് ജീവിച്ച് ജീവിതത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയറാക്കുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഖുർആനിൻ്റെ വിശദീകരണവും അവർക്ക് പഠിപ്പിക്കുന്നു. ആ വിശദീകരണം ജീവിതത്തിലൂടെയും ഉപദേശത്തിലൂടെയും തൻ്റെ അനുചരന്മാരിലൂടെയും മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിക്കുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ഏറ്റവും നല്ല സമാധാനം ആഗ്രഹിച്ച് ഏറ്റവും നല്ല സ്വഭാവവും പരിശുദ്ധിയും ശീലമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ എല്ലാവർക്കും പകർത്താൻ പറ്റുന്ന രീതിയിലായിരുന്നു അവിടുത്തെ പ്രതികരണം. നിങ്ങൾ നോക്ക്, ചരിത്രത്തിൽ ഇടം പിടിച്ച ഒന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ 6-ാം വർഷത്തിൽ സ്വഹാബിമാരുടെ കൂടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വന്നത്. ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നെങ്കിലും യാത്ര പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ ഒട്ടകം മുട്ടുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ യാത്രക്ക് തടസ്സം വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചു പോകണം. ഉംറക്ക് ഇഹ്റാം ചെയ്താണ് നാം എല്ലാവരും വന്നത്. കൊണ്ടുവന്ന മൃഗങ്ങളെ ബലിദാനം നിർവഹിച്ച് മുടി കളയാൻ എല്ലാവരും ഒരുക്കമായി കൊള്ളണം. മുടി കളഞ്ഞ ശേഷം ഇഹ്റാമിൽ നിന്ന് ഒഴിവായി മദീനയിലേക്ക് തിരിച്ചു പോകണം. മക്കയിലേക്ക് പോകാൻ ഈ വർഷം ഒക്കില്ല, തിരിച്ചു പോകണം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സഹോദരങ്ങളെ, ആവേശത്തോടുകൂടെ എത്ര ആളുകളാണ് അവിടെ പ്രതികരിച്ചത്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ, ഖുറൈശി പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഒരിക്കലും മക്കയിലേക്ക് മദീനക്കാർ ഇക്കൊല്ലം പ്രവേശിക്കരുത്, പ്രവേശിച്ചാൽ ഇവിടെ സംഘട്ടനം ഉറപ്പാണ് എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്ന ആളുകളെ മുന്നിൽ പലരും പല രൂപത്തിലുള്ള പ്രതികരണങ്ങളുമായി വന്നു. നമുക്ക് തിരിച്ചു പോകണം മദീനയിലേക്കെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് നമ്മൾ താഴ്ന്നു കൊടുക്കുന്നത്? നമ്മൾ എത്ര പേരുണ്ട്? നമ്മൾ എന്തിന് താഴ്ന്നു കൊടുക്കണം?
നമ്മൾ എന്തിന് അവരെ മുന്നിൽ നമ്മൾ എന്തിന് താഴ്ന്നു കൊടുക്കണം? നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളല്ലേ? നമ്മുടെ വിശ്വാസം ശരിയല്ലേ? അവരുടെ വിശ്വാസം ശരിയല്ലല്ലോ. നമ്മൾ ഈമാനിലും അവർ ശിർക്കിലുമല്ലേ? നമ്മൾ ഈമാനിലും അവർ കുഫറിലും അല്ലേ? നമ്മൾ എന്തിന് താഴ്ന്നു കൊടുക്കണം? നമ്മൾ ശരിയായ വിശ്വാസത്തിലാണ്. നമുക്ക് നേരെ മക്കയിലേക്ക് പോകുന്നതല്ലേ നല്ലത്. അഥവാ ഏതെങ്കിലും രൂപത്തിൽ സംഘട്ടനം ഉണ്ടായാൽ അലൈസ ഖത്ലാനാ ഫിൽ ജന്ന വഖത്ലാഹും ഫിന്നാർ, നമ്മിൽ നിന്ന് വധിക്കപ്പെടുന്ന ആളുകൾ സ്വർഗത്തിലും അവരിൽ നിന്ന് വധിക്കപ്പെടുന്ന ആളുകൾ നരകത്തിലുമല്ലേ? അഥവാ ഷഹീദാകാണെങ്കിൽ തന്നെ പ്രശ്നമല്ലല്ലോ. നല്ല ആവേശപൂർവമാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ഈമാനിലല്ലേ, എന്തിന് താഴ്ന്നു കൊടുക്കണം? ഷഹീദാകാണെങ്കിൽ എന്തിന് പ്രശ്നമാക്കണം? ആ സമയത്ത് പറഞ്ഞു ഉമറേ, ഫഇന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഞാൻ നിങ്ങളോട് ഈ വിഷയം പറയുന്നത് ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ മുന്നിൽ ഒരു കാര്യം അല്ലാഹു മുന്നിൽ വെക്കുന്നുണ്ടോ? ഒരൊറ്റ വിഷയത്തിലും അല്ലാഹു എന്നെ വെറുതെയാക്കിയിട്ടില്ല. ഒരു തീരുമാനത്തിലും അല്ലാഹു തആല എന്നെ വെറുതെയാക്കിയിട്ടില്ല. മുന്നോട്ട് എനിക്ക് ഏത് തീരുമാനങ്ങളും കാര്യങ്ങളും അല്ലാഹു തആല കാണിച്ചു തരുന്നുണ്ടോ? എല്ലാ വിഷയത്തിലും അല്ലാഹു എനിക്ക് നന്മയെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ സമാധാനപൂർവം അംഗീകരിക്കണം, കേൾക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന അഭിപ്രായവും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അഭിപ്രായമാണ്. തീവ്രമായുള്ള മനോഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ മുന്നോട്ട് നിന്ന് മുടി കളഞ്ഞ ശേഷം ബലിദാനം നിർവഹിച്ചപ്പോ എല്ലാ സ്വഹാബിമാരും തങ്ങളുടെ പാത പിൻപറ്റിക്കൊണ്ട് ബലിദാനം നിർവഹിച്ച് മുടികളഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരാളും പിന്നെ എതിർപ്പോടെ മുന്നോട്ട് വരുന്നില്ല. അംഗീകാരത്തിൻ്റെ ശൈലിയിലാണ്. സമാധാനത്തോടെ നല്ല സന്ധിയിലും നല്ല രജ്ഞിപ്പിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കാതെ മദീനയിലേക്ക് തിരിച്ചുപോയി. വന്നതിനേക്കാളും നല്ല സന്തോഷത്തിൽ പിറ്റത്തെ വർഷം അതാ കരാറുകളും വിഷയങ്ങളുമൊക്കെ മക്കക്കാർ പൊളിച്ചു കളഞ്ഞപ്പോ, പലതും തകർത്ത് കളഞ്ഞപ്പോ മക്കയിലേക്ക് വരാനുള്ള നല്ല അവസരം ഒരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഹിജ്റയുടെ 8-ാം വർഷത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോൾ 10,000 ആളുകൾ തങ്ങളോടൊപ്പമുണ്ട്. സ്വഹാബിമാര് നേരത്തെ ഇത്രയും അധികം സന്നാഹത്തോടുകൂടെ മക്കയിലേക്ക് വന്നിട്ടില്ല. 10,000 ആളുകളോടൊപ്പം മക്കയിലേക്ക് വരുമ്പോൾ സഹോദരങ്ങളെ, ആവേശം കൂടുതലായിട്ട്, ആവേശം മൂത്തിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഏറെ പറയാനോ എന്തെങ്കിലും ഒരു കുസൃതിയോ പ്രവർത്തനമോ മറ്റുള്ളവർക്ക് അരിശം മൂക്കുന്ന രീതിയിൽ ചെയ്യാനോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചില്ല. അവിടെയാണ് ഏറ്റവും വലിയ മാതൃക തങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. കുറെ ആൾക്കാർ കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോൾ കുറച്ച് തീവ്രത ഇല്ല. എപ്പോഴും സമാധാനത്തിൻ്റെ, നല്ല തന്മയത്വത്തിൻ്റെ, നല്ല പെരുമാറ്റത്തിൻ്റെ, നല്ല സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവം മാത്രം ശീലിച്ചു. 10,000 ആളുകൾ മക്കയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ മക്കയിലെത്തുന്നതിൻ്റെ കുറഞ്ഞ ദൂരത്തിൻ്റെ മുമ്പ് അബൂ സുഫിയാനെ കാണുകയുണ്ടായി. അബൂ സുഫിയാനെ കണ്ടപ്പോൾ പതാകവാഹകനായ സഅദ് റളിയല്ലാഹു അൻഹു പതാക പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അൻസാറുകളുടെ വലിയ നേതാവാണ്. പതാകവാഹകനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ യൗമ യൗമുൽ മൽഹമ,
അൽയൗമ തസ്തഹില്ലുൽ ഹിർമാ. ഇന്ന് സംഘട്ടനത്തിന്റെ ദിവസമാണ്. ഇന്ന് നിഷിദ്ധമൊക്കെ ഹലാലാകും. മക്കയിലെത്തട്ടെ, പ്രതികാരം തീർക്കേണ്ട രൂപത്തിൽ പ്രതികാരങ്ങളൊക്കെ തീർക്കും എന്ന ധ്വനിയോടെ പതാകയും കയ്യിലേന്തിയിട്ടൊരു സംസാരിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെ പറയരുത്, അങ്ങനെ ഒരു വാക്ക് പറയരുത്. മുന്നിൽ ഒരു പ്രതിയോഗിയെ കണ്ടാലും അത് ശത്രുവാണ് എന്ന് ഉറപ്പായ രീതിയിൽ കണ്ടാലും സംസാരിക്കുന്ന ഭാഷ നന്നാകണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന തസ്കിയത്തിന്റെ രൂപം മനസ്സിലാകുന്നുണ്ടോ? എതിരാളിയെ മുന്നിൽ കണ്ടാലും ശരി, സംസാരിക്കുന്ന ഭാഷയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന ശൈലി ഉണ്ടാകരുത്. അതേ അന്യോന്യം ചോര ചിന്തുന്ന രീതി ഉണ്ടാകരുത്. വാക്ക് തർക്കങ്ങൾ കൂടിയിട്ട് തമ്മിലടി ഉണ്ടാകുന്നൊരു വകുപ്പുണ്ടാക്കരുത്. മാന്യമായ രൂപത്തിൽ മാത്രമേ സംസാരിക്കാവൂ. ഒരൊറ്റ അക്ഷരത്തിന്റെ മാറ്റമാണ് അർത്ഥത്തിന്റെ മാറ്റത്തിന്റെ കാരണം. അൽ യൗമ യൗമുൽ മൽഹമ. മൽഹമ എന്ന പദത്തിൽ ഒരു ലാമുണ്ട്. ആ ലാമിന്റെ അർത്ഥം കൂടുമ്പോഴാണ് സംഘട്ടനം എന്ന് വരുന്നത്. ആ വാക്ക് തിരുത്തിയിട്ട് തങ്ങൾ പറഞ്ഞു, അൽ യൗമ യൗമുൽ മർഹമ. ഇന്ന് കാരുണ്യത്തിന്റെ ദിനമാണ്, സ്നേഹത്തിന്റെ ദിനമാണ്, അനുഗ്രഹത്തിന്റെ ദിനമാണ്, വിട്ടുവീഴ്ചയുടെ ദിനമാണ്, സംഘട്ടനത്തിന്റെ ദിനമല്ല. പതാക വഹിച്ചിരിക്കുന്ന നേതാവിന്റെ ഭാഷ ലോകത്തിന്റെ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി. എന്താ തങ്ങൾ പഠിപ്പിക്കുന്ന ആശയം? 10,000 ആളുകൾ പിന്നിലുണ്ടെങ്കിലും ശരി, ആവേശം മൂത്തിട്ട് അതിരുകടന്ന രൂപത്തിൽ ഒരൊറ്റ ഹർഫ് പോലും മാറിപ്പോകരുത്. ഒരക്ഷരം പോലും മറ്റുള്ളവർക്ക് വിനയാകുന്ന രൂപത്തിൽ കൂടുതലാകരുത്. നല്ല രൂപത്തിലേ സംസാരിക്കാവൂ, പ്രതികരിക്കാവൂ. പതാക സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വാങ്ങിയിട്ട് മകൻ ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് കൈമാറുന്നു. എന്തിനാണ് അങ്ങനെ ഒരു കൈമാറ്റം നടത്തിയത്? അതൊരു വാണിംഗ് ആണ്. മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒരു എളുപ്പവഴിയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനത്തിന്റെ വാചകം വിളിച്ചു പറയാനാ പറഞ്ഞത്. മക്കയിലുള്ള ആളുകൾ ഭീതിയിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയപ്പോ മക്കയിലുള്ളവർ കേൾക്കുന്ന വിധം, മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിൻ വമൻ ദഖലൽ മസ്ജിദൽ ഹറാമ ഫഹുവ ആമിൻ. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവൻ സുരക്ഷിതനാണ്, ഭവനത്തിൽ പ്രവേശിച്ച ആൾ സുരക്ഷിതനാണ്, ഒന്നും പേടിക്കേണ്ടതില്ല എന്ന വലിയ ഒരു വിളിയാളം നടത്തിയിട്ട്, പ്രഖ്യാപനം നടത്തിയിട്ടാണ് 10,000 വരുന്ന സ്വഹാബിമാരുടെ കൂടെ മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. മക്കയിലെത്തുമ്പോൾ ളുഹാന്റെ സമയമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പ്രവേശിക്കുന്നു ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക്. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹ അബൂ ത്വാലിബിന്റെ മകളാണ്. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവേശിച്ചു. തങ്ങൾ ഒന്ന് കുളിച്ചു, നല്ല ഉളു എടുത്തു, നല്ല വസ്ത്രം ധരിച്ചു, 8 റക്അത്ത് ദുഹാ നിസ്കാരം നിർവഹിച്ചു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ മത്താഫിലേക്ക് വരുമ്പോ കഅബ പൂട്ടിക്കിടക്കുകയാണ്. കഅബയുടെ താക്കോൽ ആരുടെ കയ്യിലാണെന്ന് അന്വേഷിക്കുന്നു. അന്ന് താക്കോല് സൂക്ഷിക്കുന്ന ആള് ഉസ്മാൻ ഇബ്നു തുൽഹയാണ്. അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ആളല്ല. ഉസ്മാൻ ഇബ്നു തുൽഹയിൽ നിന്ന് താക്കോല് വാങ്ങി വരാൻ അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നു. അലി റളിയല്ലാഹു അൻഹു പോയിട്ട് താക്കോല് തരാൻ പറയുന്നു. ഉസ്മാൻ ഇബ്നു തുൽഹ പറയുന്നു, താക്കോൽ എൻ്റെ കയ്യിലാണ്, സൂക്ഷിപ്പിന്റെ അധികാരം എനിക്കാണ്. താക്കോല് തൽക്കാലം തരാത്ത രീതിയിൽ വർത്തമാനം പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു തുൽഹയെ ഒന്ന് പിടിച്ച്, ബലമായി പിടിച്ച് ആ താക്കോല് വാങ്ങിയിട്ട് പറഞ്ഞു,
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കോല് ചോദിക്കുമ്പോ എന്തിനാണ് നീ തരാതിരിക്കുന്നത്? ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്താ പറഞ്ഞെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കാണ് താക്കോല് എന്ന് നേരത്തെ പറഞ്ഞാൽ ഞാൻ നേരെ തരുമായിരുന്നു. നിങ്ങൾക്കാണ് കരുതിയിട്ടാണ് ഞാനൊന്ന് മൽപ്പിടുത്തം നടത്തിയത്. അള്ളാഹുവിന്റെ റസൂലിന് താക്കോല് തരുന്നതിന് എനിക്കൊരു വിയോജിപ്പില്ല. അങ്ങനെ നിങ്ങൾ ആദ്യം പറഞ്ഞാൽ ഞാൻ നേരെ തരും. ചോദിക്കേണ്ട താമസമേ ഉള്ളൂ, താക്കോല് തരും. അത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ താക്കോല് എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. നിങ്ങൾക്കാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ അല്പനേരം ഒന്ന് പിടിച്ചു വെച്ചത്. ഒരു എതിർപ്പ് എനിക്കില്ല. കൊണ്ടുപോയിക്കോളൂ, സന്തോഷത്തോടെ കൊണ്ടുപോയിക്കോളൂ, പൂർണ്ണ സമ്മതത്തോടെ കൊണ്ടുപോയിക്കോളൂ. താക്കോലും വാങ്ങി അലി റളിയല്ലാഹു അൻഹു പോയി വാതിൽ തുറന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ഉള്ളിൽ പ്രവേശിച്ചു, നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിറങ്ങി തങ്ങൾ ആ വാതിൽ പൂട്ടി. താക്കോല് കിട്ടാൻ വേണ്ടി, താക്കോലിന്റെ ഒരു സൂക്ഷിപ്പൂണ് കിട്ടിയാൽ ഒരു സന്തോഷം എന്ന നിലക്ക് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട്, സംസം വിതരണം ചെയ്യാനുള്ള അധികാരം ഇപ്പോൾ എനിക്കുണ്ട്, താക്കോൽ സൂക്ഷിപ്പ് കൂടി തങ്ങൾ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ സന്തോഷായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, താക്കോല് ഞാൻ നേരത്തെ വാങ്ങിയ ഒരാളില്ലേ, അയാൾ എവിടെ? താക്കോല് ഞാൻ നേരത്തെ അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിട്ട് താക്കോല് വാങ്ങിയ ഒരാളുണ്ടായിരുന്നു. വാങ്ങിയ ആളെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കാനാണ് അള്ളാഹുവിന്റെ ഓർഡർ. എന്താ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയവും ഇസ്ലാമിന്റെ തനിമയും നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. ഉസ്മാൻ ഇബ്നു ത്വൽഹ ചിന്തിക്കുന്നു, ആ താക്കോൽ ഒരിക്കലും എന്റെ കയ്യിലേക്ക് ഇനി വരാൻ ചാൻസ് ഇല്ല. അപ്പോഴാണ് താക്കോലുകാരനായ ഉസ്മാൻ ഇബ്നു ത്വൽഹ എവിടെ? ദൂരെ നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ മത്താഫിന്റെ അടുത്തേക്ക് വരുന്നു. ഹാകം ഇഫ്താഹക യാ ഉസ്മാൻ, ഉസ്മാനെ നിങ്ങളെ താക്കോല് നിങ്ങൾ പിടിച്ചോളൂ. അൽയൗമ യൗമു വഫാഇൻ വബിർ, ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, കരാറ് പൂർത്തിയാക്കുന്ന, ജനങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്ന, സന്തോഷം നൽകുന്ന ദിവസമാണ്. താക്കോല് നിങ്ങളല്ലേ സൂക്ഷിച്ചിരുന്നത്, നിങ്ങൾക്ക് തന്നെ താക്കോല് തിരിച്ചു തരണമെന്നാണ് അല്ലാഹുവിന്റെ നിർദ്ദേശം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, താക്കോല് അത് സൂക്ഷിക്കുന്ന ആളിലേക്ക് തന്നെ കൊടുക്കണം എന്നാണ് അല്ലാഹു കൽപ്പിക്കുന്നത്. ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലേക്ക് താക്കോല് കൊടുക്കുന്നു. താക്കോല് നിങ്ങൾ സൂക്ഷിച്ചോളൂ, അതിന്റെ അധികാരവും നിങ്ങൾക്ക് തരാം. ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ മനസ്സ് മുഴുവനും മാറിപ്പോയി. ഇത്രയും വലിയ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു സന്ദേശത്തിൽ നിന്ന്, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഞാനെന്തിന് പുറംതിരിഞ്ഞു നിൽക്കണം? ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ മനസ്സിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധി കടന്നു വന്നത്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, വിശ്വസിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ അർഹരിലേക്ക് തന്നെ മടക്കി കൊടുക്കണം എന്ന് അല്ലാഹു ആജ്ഞാപിക്കുന്നു എന്ന ആ ഉത്തരവ് കേട്ടപ്പോൾ മനസ്സ് വിശാലമായി. ഉസ്മാൻ ഇബ്നു ത്വൽഹ നല്ല സ്വഭാവവും നല്ല പ്രകൃതിയും ഉള്ള ആളാണ്. ആ പ്രകൃതിയിലേക്ക് ഏറ്റവും വിശുദ്ധമായ ഇസ്ലാമും കൂടി കടന്നു വരികയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വിവരം കുറഞ്ഞ ആളുകൾക്ക് ഖുർആനും അതിന്റെ സന്ദേശവും പഠിപ്പിച്ച് ഏറ്റവും നല്ല സംസ്കൃതിയും സ്വഭാവവും ഉള്ള ആളുകളാക്കി അവരെ മാറ്റിയെടുക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏറ്റവും പകപോക്കിയിരുന്ന വിഭാഗം അവരാ സ്വഭാവങ്ങളും മറ്റുമൊക്കെ മാറിയിട്ട് സഹോദരങ്ങളെ ഖുർആനും സുന്നത്തും സ്വീകരിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോ പഠിക്കുമ്പോ കാതലായ മാറ്റം വരേണ്ടത് നമ്മുടെ സ്വഭാവത്തിലാണ്, നമ്മുടെ സംസ്കാരത്തിലാണ് മാറ്റം വരേണ്ടത്. അപ്പോഴാണ് നമ്മുടെ അനുധാവനത്തിന് നല്ലൊരു ഭംഗിയുണ്ടാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ച സ്വഹാബ ആണും പെണ്ണും
അവരുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്ക് നിങ്ങൾ. റുഹമാഉ ബൈനഹും, ഏറ്റവും നല്ല കാരുണ്യമുള്ളവരായി. പരസ്പരം പകയുണ്ടോ? ഇല്ല. വിദ്വേഷമുണ്ടോ? ഇല്ല. പോരുണ്ടോ? ഇല്ല. തമ്മിലടിയുണ്ടോ? ഇല്ല. പകപോക്കണമെന്ന് തോന്നുന്നൊരു തോന്നലുണ്ടോ? ഇല്ല. ഒരാളെ കാണുമ്പോൾ മൈനസ് ചിന്തയുണ്ടോ? ഇല്ല. റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ ഏറ്റവും നല്ല വാത്സല്യവും നല്ല കാരുണ്യവും നല്ല സ്നേഹബോധവും നല്ല സന്തോഷവും ഉള്ള ജീവിതമാണ്. സ്വഹാബിമാർ തമ്മിലുള്ള കാരുണ്യം ചെറുതും വലുതും വ്യത്യാസമില്ലാത്ത രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. എന്താണ് അവരുടെ കരുണ? എന്താണ് അവരുടെ സ്നേഹം? അവർക്കിടയിൽ നിങ്ങൾ നോക്ക്, ഏതെങ്കിലും അവശത ബാധിക്കുന്ന ഒരാണുണ്ട് ഒരു പെണ്ണുണ്ട് എന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നൊരു റിപ്പോർട്ട് കിട്ടിയാൽ കിട്ടിയ ഉടനെ തന്നെ അവിടം മുതൽ തുടങ്ങി സേവനം. ഒരാൾ തുടങ്ങുന്ന സേവനം മരിക്കുന്നത് വരെ പിന്തുടരുന്നു. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു വിവരം കിട്ടുന്നു. മദീനയുടെ ഒരു പ്രാന്തപ്രദേശത്ത് വയോധികയായ ഒരു പെണ്ണുണ്ട്, ഒരു പാവപ്പെട്ട പെണ്ണ്. ഒറ്റക്കാണ് ഒരു വീട്ടിൽ കഴിയുന്നത്. പ്രായം കൂടുതലുള്ള സഹോദരിയാണ്. സ്വന്തമായി പാചകം ചെയ്യാനോ കാര്യങ്ങൾ നിർവഹിക്കാനോ ഒന്നും കഴിവില്ല. ആ പെണ്ണിനെ കുറിച്ചുള്ള ഒരു വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലഭിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട് ലക്ഷ്യമാക്കി പോകുന്നു. പാതിരാത്രിയിൽ ആ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ഉമ്മ പറയുന്നു, ഇവിടെ എനിക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്ത് നിർവഹിച്ചൊരാൾ പോയി. ഭക്ഷണം എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വസ്ത്രങ്ങൾ നേരത്തെ ധരിച്ചത് കൊണ്ടുപോയി. നല്ല വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടുവന്നു ധരിപ്പിച്ചിട്ടുണ്ട്. കുളിക്കാനുള്ള വെള്ളം എനിക്ക് ചൂടാക്കി തന്നു. ഞാൻ കുളിച്ചു, ഉളു എടുത്തു. ഇപ്പൊ ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി കാത്തു കഴിയുകയാണ്. ഇന്നത്തേക്കുള്ള എല്ലാം റെഡിയാക്കിയിട്ട് വന്നാള് തിരിച്ചുപോയി. വന്നാള് ആരാണെന്ന് ഉമ്മക്കറിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും അങ്ങോട്ട് വന്ന് പരിശോധിക്കുന്നു. പക്ഷേ പരിശോധിക്കാൻ വരുന്ന സമയത്തിന് മുമ്പ് ആഗതൻ തിരിച്ചു പോകുന്നു. സന്ദർശിച്ചുകൊണ്ട് നിർവഹിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ചെയ്ത് മടങ്ങിപ്പോകുന്നു. ആളെ കാണുന്നില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും സമയം നേരത്തെയാക്കി അങ്ങോട്ട് വരുന്നു. അവസാനം ഒരു ദിവസം വന്നപ്പോൾ വീടിനുള്ളിൽ ഒരാളുടെ ആളനക്കം കേൾക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഖിദ്മത്തിന് വേണ്ടി വന്ന ആള് വീട്ടിന്റെ ഉള്ളിലുണ്ട്. മഹാനവർകൾ അല്പനേരം പുറത്ത് കാത്തു നിന്നപ്പോൾ സുബ്ഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കർത്തവ്യ നിർവഹണത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ മുൻപന്തിയിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തോട് ചോദിക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം ശരീരത്തോട് ചോദിക്കുന്നത്, ശരീരമേ, ഇപ്പോഴാണോ ഈ വിഷയം നീ അറിയേണ്ടത്? കുറച്ചുകൂടി നേരത്തെ അറിഞ്ഞ് ഈ വിഷയം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതല്ലയോ? ഞാൻ അറിയുന്നതിന്റെ മുമ്പ്, നീ അറിയുന്നതിന്റെ മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടം വന്ന് മുഴുവൻ സേവനങ്ങളും നിർവഹിച്ചല്ലോ. എല്ലാ സേവനങ്ങൾക്കും നേതൃത്വം നൽകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം നൽകി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞപ്പോ അതേ വന്യവയോധികയായ ഉമ്മക്ക് വേണ്ട ഖിദ്മത്തുകൾ മുഴുവനും ചെയ്യാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ മഹാനവറുകളുടെ ആ വിടവ് നികത്തുന്നു. അപ്പോഴാണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു ഈ വിവരം അറിയുന്നത്. ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട് ലക്ഷ്യമാക്കി വന്നപ്പോ നേരത്തെ ഉണ്ടായ അനുഭവം മഹാനവറുകൾക്കും ഉണ്ടായി.
ആരോ വന്നിട്ട് സേവനങ്ങളെല്ലാം നിർവഹിച്ച് നേരത്തെ പോകുന്നുണ്ട്. പകൽ സമയവും രാത്രി സമയവും വ്യത്യാസമില്ലാത്ത സേവനങ്ങളാണ്, കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇനിയും കാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തേണ്ടതുണ്ടോ? ഉണ്ട്. ഇഷ്ടം പോലെ ഭാഗങ്ങൾ ഇനിയും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലാത്ത പ്രതലങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളുടെ മുഴുവൻ അവശതകളും വറ്റി വരണ്ടിട്ടില്ല. പലതും ഇനിയും ബാക്കിയുണ്ട്. ഓ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും തന്നെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. അവരുടെ കണ്ണീരൊപ്പാൻ ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആരാണ് ഈ വീട്ടിലുള്ള ആള് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പല ദിവസം ആവർത്തിച്ചു വന്നപ്പോ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോകുന്നത് കണ്ടു. അപ്പോഴാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചതുപോലെ ചോദിക്കുന്നത്, അസറാത്തി ഉമറ തത്തബിഉ യാ ത്വൽഹ. ഉമർ റളിയല്ലാഹു അൻഹു നിർവഹിച്ച സേവന പ്രവർത്തനങ്ങൾ, അതിന്റെ ബാക്കി പത്രങ്ങളോടാണോ നീ പിൻപറ്റുന്നത്? നേരത്തെ നീ അറിയേണ്ടതല്ലേ ഇത്? സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അറിവും വിവരവും ലഭിക്കുമ്പോ അവര് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ചെറുതല്ല, വലുതാണ്. റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. നമുക്കിടയിലാണ് നമ്മൾ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതിലേറ്റവും മുൻപന്തിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരെയാണ്? സ്വന്തം കുടുംബക്കാരെയാണ്. കുടുംബാംഗങ്ങളായിട്ട് അടുത്ത കുടുംബങ്ങൾ, അകന്ന കുടുംബങ്ങൾ, രണ്ടു കൂട്ടരെയുമാണ് ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചതുപോലെ പരിഗണിക്കണം. മദീന പള്ളിയിൽ ഒരു ദിവസം ളുഹ്ർ നിസ്കാരത്തിന് പതിവിൽ കവിഞ്ഞ സൊഫിൽ ആളുകൾ ഇങ്ങനെ കൂടി വന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്, മറ്റു ഇമാമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പതിവിൽ കവിഞ്ഞ ആൾ ളുഹ്റിന് നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു വന്നതാണോ എന്ന് ചോദിച്ചു വന്നവരോട്. അവര് പറഞ്ഞു, അതേ നബിയെ, ഇവിടെ കുറച്ച് സ്വത്ത് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അതാ ഞങ്ങൾ വന്നത്. ശരിയാ, സ്വത്ത് വന്നിട്ടുണ്ട്. ബഹ്റൈനിൽ നിന്ന് വന്ന സ്വത്താണ്, പൊതുമാലിൽ നിന്ന് വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തരും, എല്ലാവർക്കും തരാനുള്ളതാണെന്ന് പറഞ്ഞു. മുന്നോട്ട് വന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് അധികം വേണമെന്ന് പറഞ്ഞു. കുറച്ചല്ല, അധികം വേണം. അതെന്താ നിങ്ങൾക്ക് അധികം വേണം? നിങ്ങളെന്താ അധികം ചോദിക്കുന്നത്? ഒന്നുമല്ല നബിയെ, ഫാദൈതു നഫ്സി വ അഖീ അഖീലൻ. ബദറിൽ തടവിലായപ്പോ എന്റെ മോചനദ്രവ്യവും എന്റെ സഹോദരൻ അഖീലിന്റെ മോചനദ്രവ്യവും രണ്ടും ഞാനാ കൊടുത്തത്. അപ്പൊ നല്ല ചെലവ് വന്നിട്ടുണ്ട് ആ മോചനദ്രവ്യം കൊടുക്കാൻ. കുറെ സമ്പത്ത് ആ വഴിക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഏറെ തരണം. തങ്ങൾ തരൂലെന്നല്ല പറഞ്ഞു, തരാന്നാ പറഞ്ഞു. നമ്മൾ കുടുംബക്കാരായിട്ട് എത്ര തോനം ചോദിക്കാന്നല്ല, കുടുംബക്കാരായ കുറച്ച് ഏറെ കൊടുക്കുക വേണ്ടത്. നേരെ തിരിച്ചല്ല മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്. കുടുംബത്തിലാകുമ്പോ അധികം കൊടുക്കുക വേണ്ടത്. അപ്പോഴാണ് കുടുംബ സ്നേഹം എന്ന് പറയുന്നത്. കുടുംബക്കാരാകുമ്പോ അളവ് കുറക്കുക. എല്ലാവരും കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ചുരുക്കേണ്ടതില്ല, കുറച്ചേറെ കൊടുക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു വരൂ എന്ന് പറഞ്ഞു. കൊണ്ടുവന്നിരിക്കുന്ന ദിർഹമിന്റെ ചാക്കിൽ നിന്ന് വാരിയെടുക്കാൻ പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് അങ്ങനെ ദിർഹം വാരിയിടുന്നു. വാരിയിട്ട ശേഷം അത് കെട്ടിയിട്ട് തോളിലേക്ക് ഉയർത്തണം. പൊക്കി നോക്കുമ്പോൾ പൊങ്ങുന്നില്ല. അപ്പൊ എത്ര വാരിയിട്ടുണ്ട്? ഇത് പൊക്കി നോക്കുന്ന സമയത്ത് പൊങ്ങുന്നില്ല, അതിന് മാത്രം വാരിയെടുത്തിട്ടുണ്ട്. നബിയെ, തങ്ങളൊന്ന് പൊക്കി തരുമെന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്ന എടുത്തോളൂ, ഞാൻ പൊക്കി തരുന്നില്ല. ഞാൻ നിങ്ങൾക്ക് പൊക്കി തന്നാൽ പിന്നെ എല്ലാവർക്കും പൊക്കി കൊടുക്കേണ്ടി വരും. എന്നാ പിന്നെ നിങ്ങൾ ഒരാളോട് ഇതൊന്ന് പൊക്കി തരാൻ വേണ്ടി പറയും. നിങ്ങൾക്ക് പാകപ്പെട്ടത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കെട്ടയച്ച്
2 പിടി അങ്ങോട്ട് തന്നെ വാരിയിട്ട് പിന്നെയും ഞാനൊന്ന് പൊക്കി നോക്കി, പൊങ്ങുന്നില്ല. രണ്ടാമതും കെട്ടയിച്ച് പിന്നെയും ഞാനൊന്ന് വാരിയിട്ടു. പിന്നെ ഒന്ന് കൂട്ടിക്കെട്ടിയിട്ട് പതുക്കെ എൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ആ പോക്കും നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു സന്തോഷത്തോടെ. കുടുംബക്കാരിൽ ഉപ്പാന്റെ സഹോദരനായി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത് ഏത് രൂപത്തിലാണ്? അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും ഞാനും നിങ്ങളൊക്കെ കേൾക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നമ്മുടെ നാട്ടിലും മറുനാട്ടിലും ഒക്കെ കേൾക്കും എല്ലാവരും. എല്ലാ വെള്ളിയാഴ്ചയും ആ വാള് കേൾക്കാതെ ആരും പോകൂല. ജുമുഅക്ക് വന്ന് എല്ലാവരും കേൾക്കും. ആ വാളിൽ 3-ാമതായിട്ടുള്ള ഉപദേശം കുടുംബക്കാർക്ക് കൊടുക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നല്ലോണം കൊടുക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് കുടുംബക്കാർക്ക് കൊടുത്തുകൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം സന്തോഷത്തോടെ ദാനം ചെയ്തത് കുടുംബക്കാർക്കാണ്. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം ഖദീജ ബീവിയുടെ സഹോദരി ഹാല ബീവി റളിയല്ലാഹു അൻഹയെ അവിടുന്ന് നല്ലോണം പരിഗണിച്ച് സഹായങ്ങൾ കൊടുത്തയച്ചിരുന്നു. അത് ഭാര്യയുടെ സഹോദരിയാണ്. അടുത്ത ബന്ധമല്ലെങ്കിലും ഒരു ബന്ധം, അകന്ന ബന്ധം, ആ ബന്ധത്തെയും പരിഗണിച്ചിട്ടുണ്ട്. അത് ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്, സഹകരണത്തിന്റെ ഭാഗമാണ്, റഹ്മത്തിന്റെ ഭാഗമാണ്, കാരുണ്യത്തിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരിൽ പഠിപ്പിച്ച ഏറ്റവും വലിയ കാരുണ്യബോധവും അങ്ങനെ തന്നെയാണ്. കുടുംബക്കാരെ നന്നായി പരിഗണിക്കാനും ദുർബല വിഭാഗത്തോടൊപ്പം നിന്നിട്ട് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യാനുമാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ സംശുദ്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ശീലവും കൂടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നായി സ്നേഹിച്ച ഇൽമിനെ നാം നന്നായി സ്നേഹിക്കണം, ഇൽമിനെ ബഹുമാനിക്കണം, ഇൽമിനെ സ്നേഹിക്കണം. ദർസുകൾ നടത്തി വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവരവരെ കൊണ്ട് കഴിയുന്ന അധ്വാനങ്ങൾ എല്ലാവരും നടത്തണം. ദർസ് നാട്ടിൽ നിലനിൽക്കുന്നത് ദീനിന്റെ ഏറ്റവും വലിയ ശിആറാണ്. അതിന് ഉപ്പമാര് നല്ല സഹകരണങ്ങൾ നൽകണം. മുതഅല്ലിമുകളെ വളർത്തുന്നതിൽ നല്ല സ്നേഹവും പരിചരണവും അവർക്ക് കൊടുക്കണം. നമ്മുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾ കുസൃതികളും മറ്റുമൊക്കെ ഉണ്ടാകും പോലെ വിവിധ വീടുകളിൽ നിന്ന് വരുന്ന മക്കളല്ലേ, കുസൃതികളൊക്കെ കണ്ടേക്കും. ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെടുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും പറയുകയോ ചെയ്യരുത്. ഇൽമു പഠിക്കുന്ന മക്കളെന്ന നിലക്ക് വലിയ ബഹുമാനം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ബഹുമാനം നൽകിയ വിഭാഗമാണ് അസ്ഹാബുസ് സുഫ. മദീന പള്ളിയിൽ ഇന്നും ആ തിണ്ണ വിടാതെ നിലനിർത്തി വെച്ചത് ഇൽമിനോടുള്ള വലിയ സ്നേഹം നമ്മുടെ മനസ്സിൽ മുളപ്പിക്കാനാണ്. ആ തിണ്ണ മാറ്റിയിട്ട് സുഫിനോട് ചേർത്തിട്ടില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹുജറത്തു ഷരീഫയുടെ നേരെ പിറകുവശത്ത് എല്ലാവരും കിതാബ് ഓതുന്ന ചെറിയൊരു തിണ്ണ. ആ തിണ്ണയിൽ 70 മുതൽ 700 വരെ ആളുകൾ വന്ന് ഓതി പഠിച്ചിട്ടുണ്ട്. ആ അസ്ഹാബു സുഫത്തിന് കിട്ടുന്ന ഭക്ഷണം ആദ്യം അവർക്ക് നൽകിയിട്ട്, കിട്ടുന്ന ഹദിയകൾ ആദ്യം അവർക്ക് നൽകിയിട്ട്, കിട്ടുന്ന പാലടക്കം ആദ്യം അവർക്ക് കൊടുത്തിട്ട് തങ്ങൾ കാണിച്ചിരുന്നൊരു സ്നേഹ ബഹുമാനമുണ്ട്. അത് ഇൽമിനോടുള്ള ബഹുമാനമാണ്. മദീന പള്ളിയിൽ 2 മജ്ലിസ് ഒരു സമയത്ത് നടക്കുമ്പോ മദീന പള്ളിയിലെ ഒരു സദസ് മജ്ലിസു ദിക്റാൻ, ദിക്ർ ചൊല്ലുന്ന സ്വഹാബിമാരുടെ ഒരു കൂട്ടം ആളുകൾ. മറ്റൊരു മജ്ലിസ് മജ്ലിസുൽ ഇൽമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഇരുന്നു കൊടുത്തത് മജ്ലിസുൽ ഇൽമിലാണ്. ദിക്റിന്റെ മജ്ലിസിന് കുറവുണ്ടായിട്ടല്ല. അവിടുന്ന് പറഞ്ഞു, ഇന്നി ബുഇസ്തു മുഅല്ലിമാ, ഗുരുനാഥനായി, അധ്യാപകനായി,
ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്ന ആളായിട്ടാണ് ഞാൻ നിയുക്തനായത്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മജ്ലിസുൽ ഇൽമാണ്. ഇൽമിന്റെ മജ്ലിസിൽ അവിടുന്ന് ഇരുന്നു, എന്നിട്ട് സ്വഹാബിമാരോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ഏറ്റവും അധികം അവിടുന്ന് ഇഷ്ടം വെച്ചത് സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഖുർആനെയാണ്. ഖുർആനോത്ത് നന്നായി അറിയുന്ന സ്വഹാബിമാര്, അവർക്കല്ലേ തങ്ങളേറ്റവും വലിയ സ്ഥാനം കൊടുത്തത്. സഹോദരങ്ങളെ, പണം നോക്കിയിട്ടല്ല അവിടുന്ന് സ്ഥാനം കൊടുത്തത്, ഗോത്രം നോക്കിയിട്ടല്ല സ്ഥാനം കൊടുത്തത്. ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തത് അസ്ഹാബുൽ ഖുറാ, ഖുർആനാണ് ഏറ്റവും വലിയ ബഹുമാനം കൊടുത്തിരുന്നത്. കണ്ടില്ലേ നിങ്ങൾ 3 ഗോത്രക്കാര്, ദക്വാൻ ഗോത്രം, റഅല് ഗോത്രം, ഉസയ്യ ഗോത്രം, 3 ഗോത്രക്കാരും ചതിപ്രയോഗത്തിലൂടെ ഖുർആൻ ഹാഫിളുകളായ സ്വഹാബിമാരെ വധിച്ചപ്പോൾ അവർക്കെതിരെ 1 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതുകയുണ്ടായി. 5 വക്ത് നിസ്കാരത്തിനും ഖുനൂത്ത് ഓതിയില്ലേ? അതുപോലെ തങ്ങൾ വിഷമിച്ചൊരു വിഷമം വേറെ ഉണ്ടായിട്ടില്ല. എത്ര ആളുകൾ വഫാത്തായിട്ടുണ്ട്, എത്ര സ്വഹാബിമാരെ എത്ര ശത്രുക്കൾ വധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഖുർആന്റെ മരണം, ഖുർആൻ ഹാഫിളുകളുടെ വലിയ ഇൽമുള്ള മഹാന്മാരുടെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുത്തിയ സങ്കടവും വിഷമവും ചെറുതല്ല. അതവരോടുള്ള സ്ഥാനവും ബഹുമാനവുമാണ് അറിയിക്കുന്നത്. ഉഹദിൽ 70 ചില്ലാനം ശുഹദാക്കൾ വന്നപ്പോ ഒരാളെയും 2 ആളെയും 3 ആളെയും ഒരു ഖബറിലേക്ക് വെക്കുന്ന സാഹചര്യം വന്ന സമയത്ത് തങ്ങൾ ചോദിക്കുന്നു, അയ്യുഹും അക്സറു അഖ്ദൽ ലിൽ ഖുർആൻ, ഇവരിൽ ആരാണ് കൂടുതൽ ഖുർആൻ സ്വീകരിച്ചിരിക്കുന്നത്, കൂടുതൽ ഖുർആൻ ഹിഫ്ലാക്കിയത്, കൂടുതൽ ഇൽമുള്ളതാർക്കാണ്? ഫഇദാ ഉശീറ ഇലാ അഹദിഹിം, ഏതെങ്കിലും ഒരാളിലേക്ക് സ്വഹാബിമാര് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ആ സ്വഹാബിയെ നേരത്തെ ഖബറിലേക്ക് മുൻഗണന കൊടുക്കുന്നു, വലിയ പരിഗണന കൊടുക്കുന്നു. ഇൽമിന്റെ പേരിലാണ്, ഖുർആനിന്റെ പേരിലാണ്. എൻ്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഇൽമിനെ ബഹുമാനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു തന്ന നല്ല മാർഗമാണ്. ആ മാർഗം നമ്മളും അവലംബിക്കണം. ഇൽമിന്റെ മജ്ലിസ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ എല്ലാവരും അതിന് ഒഴിവും കഴിവും ഉണ്ടാക്കി പങ്കെടുക്കണം. രാവിലെ നടക്കുന്ന ക്ലാസ് വാരാന്തമായിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, അല്ല മാസാന്തമായിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, മുടങ്ങാതെ അതിനൊക്കെ സംബന്ധിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിക്കുമ്പോ നാട്ടിൽ എല്ലാവരും വരുന്നു. ജാഗ്രതയോടെ ഈ മഹല്ലത്തിലെ ആളുകൾ മുഴുവനും അവർക്കുള്ള സൗകര്യങ്ങൾ, വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു വീട്ടിലെ കുടുംബനാഥൻ ആ വീട്ടിൽ പ്രായപൂർത്തിയെത്തിയ എല്ലാ ആൺമക്കളെയും പെറുക്കിയെടുത്ത് ക്ലാസ് ഉള്ള ദിവസമെങ്കിലും പള്ളിയിൽ അറ്റൻഡ് ചെയ്ത് ഇൽമു സ്വീകരിക്കണം. അറിവോടെ നല്ല ബോധമുണ്ടായിട്ട് വളരണം, ഉയരണം. മനസ്സ് നന്നാകണം, സ്വഭാവങ്ങൾ നന്നാകണം, വിഷയങ്ങളൊക്കെ ഉഷാറാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പറ്റി ധാരാളം പഠിക്കണം. എത്ര പറഞ്ഞാലും അവിടുത്തെ മദ്ഹ് തീർക്കാൻ കഴിയില്ലല്ലോ. ആർക്കാ തീർക്കാൻ കഴിയുന്നത്? അഖില്ലായ മയ്യുസി മദിഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖ്റഊ. ഇമാം അഹ്മദ് ഷൗഖി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, കൂട്ടുകാരാ, സുഹൃത്തുക്കളെ, ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ പറഞ്ഞു തിട്ടപ്പെടുത്താൻ കഴിയുന്നത്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ മുഴുവനും, ഖുർആന് മാത്രമല്ല, തൗറാത്ത് മാത്രമല്ല, ഇഞ്ചീൽ മാത്രമല്ല, സബൂർ മാത്രമല്ല, അള്ളാഹു ഇറക്കിയ ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടോ, ഏടുകളുണ്ടോ, എല്ലാറ്റിലും റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്ത് പഠിപ്പിച്ച മദ്ഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ആ മദ്ഹ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതലായി ഒരുപാട് ആളുകൾ സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. സ്വലാത്തുകൾ നമ്മൾ പതിവാക്കണം. നമ്മുടെ ഖൽബ് നന്നാകാൻ, സ്വഭാവം നന്നാകാൻ,
രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും പരിശുദ്ധമാകാൻ, സാമ്പത്തിക ക്രിയവിക്രയങ്ങൾ അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലാകാൻ, കുടുംബം നല്ല സംശുദ്ധിയോടെ നടക്കുന്ന കുടുംബങ്ങളാകാൻ, എല്ലാ മുറാദുകൾക്കും പറ്റിയ ഒറ്റ മൂലികയാണ് സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുണ്ട്. അവർക്കുള്ള സമ്മാനല്ലേ? മാഷാ അല്ലാഹ്. സ്വലാത്ത് കൂടുതൽ ചൊല്ലിയ ആളുകൾക്ക് സമ്മാനമുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. കൂടുതൽ സ്വലാത്തല്ലണം, അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. കൂടുതലായി സ്വലാത്തൊക്കെ ചൊല്ലി 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 നമ്മളെ ഖൽബും ഒക്കെ വിശുദ്ധിയിലായി, സ്വഭാവങ്ങളും സംസ്കാരങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി മാറിയിട്ട് ഏതെങ്കിലും ഒരു നല്ല രൂപഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലെത്താനും തങ്ങളെയൊന്ന് കാണാനും ഭാഗ്യം ലഭിച്ചാൽ എത്ര വലിയ ഭാഗ്യമാണ്. സ്വലാത്തും മദുഹും അധികരിപ്പിച്ചിട്ടല്ലേ ഉമറുൽ ഖാദിൽ ബിലങ്കൂത്തി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജിവാറിൽ ശരിയായ നിലക്ക് ഭദ്രമായി പൂട്ടിവെച്ച, താക്കോല് കൊണ്ട് സുഭദ്രമായി പൂട്ടിവെച്ച ആ കതക് ശരിയാം വണ്ണം തുറപ്പിച്ചത് അവിടുത്തെ സ്വലാത്തും മദ്ഹുമല്ലേ അതിന് മുന്നോട്ട് വെച്ചത്. സ്വല്ലല്ലാഹു അലാ ബിനി അബ്ദില്ലാഹി ദീ ഖുലുഖിൻ ബിനസ്വില്ലാഹി കാന അലീമാ ഫല്ലൻ ഗലീലൻ ലം യകും ബല്ലയ്യിനാ ബർറൻ റഊഫൽ മുഅ്മിനീന റഹീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പരിശുദ്ധമായ ഹുജറത്തുൽ ഷരീഫയുടെ പൂമുഖത്ത് വളരെ ആദരവോടെ ബഹുമാനത്തോടെ നിന്ന് ആയിരക്കണക്കിന് ജനസഹസ്രങ്ങൾ തടിച്ചുകൂടി ആ ഒരു സദസ്സിൽ വല്ലാത്ത ബഹുമാനത്തോടെ സ്വല്ലല്ലാഹു ബൈത്തങ്ങ് ഉരുവിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുകളല്ലേ അതിൽ പറയുന്നത് മുഴുവനും. എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുന്നത്. ഇടക്ക് മഹാനവറുകൾ പറഞ്ഞ വരിയല്ലേ, മാ ജഫദംഉൻ സാലമിൻ ഐനൈനി ലാകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി. ഓ നബിയേ, എൻ്റെ കണ്ണിൽ നിന്ന് പൊട്ടി വീഴുന്ന അശ്രുഗണങ്ങൾ അവസാനിക്കുന്നില്ല, അത് അടങ്ങുന്നില്ല, ശമിക്കുന്നില്ല. ലാകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി, ഇരു കവിൾത്തടങ്ങളിലൂടെയും ചാലിട്ടൊഴുകുകയാണ്. എന്തിനാണ് ഞാൻ ഇങ്ങനെ നിന്ന് കരയുന്നത്? വറ്റാത്ത നീരുറവയായി എൻ്റെ കണ്ണീർ കണങ്ങൾ ചുടുബാഷ്പങ്ങളായി ഒഴുകുന്നത് മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതൻ ഫിത്തുറാബി ദഫീനാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ മഹബ്ബത്തുള്ളത് എൻ്റെ ജീവിതത്തിലും എൻ്റെ മരണത്തിലും എൻ്റെ ചലനത്തിലും എൻ്റെ നിശ്ചലനത്തിലും എൻ്റെ ഖൽബ് ഏറ്റവും അധികം പ്രണയിക്കുന്നതും ഏറ്റവും അധികം എൻ്റെ ഖൽബ് ഇഷ്ടം വെക്കുന്നതും സയ്യിദൽ കൗനൈൻ, ഇരുലോക നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഹയ്യം വമൈതൻ ഫിത്തുറാബി ദഫീനാ, മണ്ണിൽ കൊണ്ടുപോയി എൻ്റെ ശരീരത്തെ മറമാടിയാലും എൻ്റെ ഖൽബിൽ ഉറച്ചു നിൽക്കുന്നൊരു മഹബ്ബത്ത് അത് മാത്രമേ ഉള്ളൂ. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കേൾക്കുന്ന ആളുകൾ മുഴുവനും ഈ ഒരു വരി ആവർത്തിച്ചു ചൊല്ലുന്നുണ്ട്. എല്ലാവർക്കും ചൊല്ലാൻ എളുപ്പമുള്ളൊരു വരി അത് മാത്രമാണ്. സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമർ ഖാദി റഹ്മഹുല്ലാഹ് ആഗ്രഹിക്കുന്ന അംഗീകാരം സ്വലാത്തിലൂടെ മദ്ഹിലൂടെ നേടിയെടുക്കുന്നു. യാ അക്രമൽ ഖുറമാ അലാ അഅ്താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബിക്കും
والدمع من عينيه سال سجيما صلوا عليه وسلموا تسليما. ആദരണീയരിൽ അത്യാദരണീയനായ നബിയെ, യാക്രമൽ ഖുറമാ, ഏറ്റവും വലിയ ആദരവ് നൽകപ്പെട്ട നേതാവേ, ലോകത്ത് അക്രമുൽ ഖുറമാ, ബഹുമാനികളിൽ ഏറ്റവും വലിയ ബഹുമാനി, ആദരണീയരിൽ അത്യാദരണീയർ ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. കണ്ടില്ലേ നിങ്ങൾ ഖുർആനാ ബഹുമാനം പഠിപ്പിച്ചത്? ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആ വലിയ ബഹുമാനം നമുക്ക് മുന്നിൽ വിതരണം ചെയ്തു തന്നത് കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സഹോദരങ്ങളെ എത്ര അംബിയാഇന്റെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്, എത്ര ഔലിയാഇന്റെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഔലിയാഇന്റെയും അംബിയാഇന്റെയും ഒക്കെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം മുന്നിൽ വെച്ച് അള്ളാഹു സത്യസാക്ഷ്യം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം മാത്രമാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമാണ്. 1000 വർഷം ജീവിച്ച ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. 1275 വർഷം ജീവിച്ച ഷെയ്ഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. 200 വർഷം ജീവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. 400 വർഷം ജീവിച്ച ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു സത്യത്തിന് മുന്നോട്ട് വെച്ചത് നമ്മുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ ജീവിതമാണ്. ലഅംറുക, അങ്ങയുടെ ജീവിതം തന്നെയാണ് സത്യം. ജീവിതം എന്ന് പറയുന്നത് 40 ശേഷമല്ല, 1-ാമത്തെ വയസ്സ് മുതൽ ആരംഭിക്കുന്നതല്ലേ ജീവിതം. അവിടുത്തെ ജീവിതത്തിന്റെ വിശുദ്ധി ആ ഒരൊറ്റ സത്യവാചകത്തിലൂടെ മനസ്സിലാക്കണം. ആരാണ് ആ ജീവിതം സത്യത്തിന് മുന്നോട്ട് വെക്കുന്നത്? യജമാനനായ റബ്ബാണ് ആ സത്യത്തിന് മുന്നോട്ട് വെക്കുന്നത്. ലഅംറുക, അങ്ങയുടെ ആയുഷ്കാലം തന്നെയാണ് സത്യം. ആ സത്യം ചെയ്തുകൊണ്ട് പറയട്ടെ നബിയെ, ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ആ സത്യനിഷേധികൾ എത്ര വേദം മോദിക്കൊടുത്താലും അവരുടെ അസത്യത്തിന്റെ മസ്തിൽ, അവർക്ക് പിടിപെട്ട ആ ഭ്രാന്തിൽ അവരങ്ങനെ പരിഭ്രമിക്കുന്നു, അവരങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഒരാളുടെ ജീവിതവും അല്ലാഹു സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഒരൊറ്റ നബിയുടെയും വേറൊരു വലിയന്റെയും ജീവിതം സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. സത്യത്തിന് അല്ലാഹു തആല മുന്നോട്ട് വെച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമാണ്. ഏറ്റവും വലിയ ആദരവാണ് നൽകിയിരിക്കുന്നത്, ഏറ്റവും വലിയ ബഹുമാനമാണ് നൽകിയിരിക്കുന്നത്, ചെറിയ ബഹുമാനമല്ല. ബാപ്പയെക്കാളും ഉമ്മയെക്കാളും ബഹുമാനമല്ലേ മുത്തുനബിക്ക് അല്ലാഹു നൽകിയത്? കണ്ടില്ലേ നിങ്ങള്? ബാപ്പ വിളിച്ചാലും ഉമ്മ വിളിച്ചാലും ഫർള് നിസ്കാരത്തിൽ നിന്ന് കൈയ്യിക്കാമോ? പറ്റില്ല, പാടില്ല എന്നല്ലേ ദീന് പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പ വിളിച്ചാലും ഏത് നിസ്കാരത്തിലാണെങ്കിലും ഉത്തരം ചെയ്തോളണമെന്നല്ലേ അല്ലാഹുവിന്റെ കൽപ്പന. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദആകും ലിമാ യുഹീകും. ബഹുമാനപ്പെട്ട സഈദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാ മുത്തുനബി തങ്ങൾ വിളിക്കുന്നത്. സഈദ് റളിയല്ലാഹു അൻഹു അല്പനേരം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിസ്കാരത്തിലായിരുന്നു നബിയേ, അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാൻ വൈകിപ്പോയത്. ആ സമയത്ത് അവിടുന്ന് ചോദിക്കുന്നത്, അലം തസ്മഅ ഖൗലല്ലാഹി അസ്സ വജൽ, അല്ലാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും എപ്പ വിളിച്ചാലും അതിന് സമയത്തിന്റെ പ്രശ്നമില്ല, ഇബാദത്തിന്റെ വിഷയമില്ല, ഫർള് സുന്നത്ത് എന്ന വ്യത്യാസമില്ല, ഉത്തരം ചെയ്തോളണം.
എന്തൊരു ബഹുമാനമാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. ഒന്നും രണ്ടും ബഹുമാനമാണോ? അതേ, പേരെടുത്ത് സംബോധന ചെയ്യരുത് എന്ന് അല്ലാഹു മാലോകരോട് പഠിപ്പിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുമ്പോ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് അങ്ങനെ വിളിക്കണമെന്നല്ലേ അല്ലാഹു തആല കൽപ്പിച്ചത്? യാ ആദമൂന്ന് അല്ലാഹു വിളിച്ചിട്ടില്ലേ? യാ മൂസാന്ന് അല്ലാഹു വിളിച്ചിട്ടില്ലേ? യാ ഈസാന്ന് അല്ലാഹു വിളിച്ചിട്ടില്ലേ? യാ ശുഐബ് എന്നല്ലാഹു വിളിച്ചിട്ടില്ലേ? യാ നൂഹ് എന്നല്ലാഹു വിളിച്ചിട്ടില്ലേ? പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുകൊണ്ട് അല്ലാഹു സംബോധന ചെയ്തിട്ടില്ല. അല്ലാഹു വിളിച്ചത് യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഇങ്ങനെയല്ലേ സംബോധന നടത്തിയത്. ഇതെല്ലാം ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടാണ് ഉമർ ഖാദി തങ്ങൾ വിളിക്കുന്നത് യാ അക്രമൽ ഖുറമാ അലാ അഅ്താബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ. ഏറ്റവും വലിയ ആദരണീയരായ നേതാവേ, നിങ്ങളുടെ ഉമ്മരെ പഠിക്കൽ പാവപ്പെട്ട ഉമറിദാ വന്ന് നിൽക്കുന്നു. യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബികും, അങ്ങയുടെ ഈ വാതിൽ പടിക്കൽ കരഞ്ഞിട്ട് ഒരുപാട് ആളുകൾക്ക് അങ്ങ് ധർമ്മം ചൊരിഞ്ഞിട്ടുണ്ട്. ഞാനും അങ്ങനെ ഒരു ധർമ്മം ആഗ്രഹിക്കുന്നു. പൂട്ടിട്ട് പൂട്ടിയ വാതിൽ തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവന്ന് അവിടെ വെച്ചപ്പോഴും സ്വഹാബത്തിന്റെ വിളിയാളം അല്ലാഹുവിന്റെ റസൂലേ അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്. മദീന പള്ളിയിൽ നിന്ന് ജനാസ നിസ്കാരം നിർവഹിച്ച് സിദ്ദീഖ് തങ്ങളുടെ ജനാസ വാതിൽക്കൽ വെച്ചിട്ട് സ്വഹാബത്ത് പറഞ്ഞു അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്, അബൂബക്കർ തങ്ങൾ വാതിൽക്കലുണ്ട്, എന്താ നബിയെ ചെയ്യേണ്ടത് എന്നാ സ്വഹാബത്ത് ചോദിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു വാതിൽ ശക്തമായി പൂട്ടിയിട്ടുണ്ട്. പൂട്ട് തുറന്നത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. യാന്ത്രികമായി പൂട്ട് തുറന്ന് വാതിൽ മലർക്കെ തുറക്കപ്പെട്ട ശേഷം ഉള്ളിൽ നിന്ന് മറുപടി വരുന്നു അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ലമ്മുൽ ഹബീബ ഇലൽ ഹബീബ്. ഹബീബായ സിദ്ദീഖ് തങ്ങളെ എന്നിലേക്ക് ചേർത്ത് വെക്കൂ. ആ ധർമ്മം അന്ന് കിട്ടിയതുപോലെ പാവപ്പെട്ട ഉമറും പ്രതീക്ഷിക്കുന്നു. ഉമർ ഖാദി തങ്ങൾ പറയുന്നു അങ്ങയുടെ ഉമ്മരെ പഠിക്കൽ കരഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ധർമ്മമാണ്, ഓശാരമാണ്. കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നല്ല സന്തോഷത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ആത്മീയമായ പുരോഗതിയിലെത്തിയിട്ട് ഉമർ ഖാദി റഹ്മഹുല്ല ഇങ്ങനെ പറയുമ്പോ വാതിലുകൾ മലർക്കെ തുറക്കപ്പെടുകയും ഉമർ ഖാദി തങ്ങൾക്ക് പ്രത്യേകം അനുവാദം നൽകപ്പെടുകയും ഉണ്ടായി. സഹോദരങ്ങളെ, സ്വലാത്തും മദ്ഹും അതിന് പ്രധാനപ്പെട്ട മാധ്യമമാണ്. സ്വലാത്തും മദ്ഹും എന്നും മുറുകെ പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് നമ്മൾ ഓരോരുത്തരും നന്നാകുന്നതിന് വലിയ വസീലയായി നമ്മൾ കാണണം. നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഖൽബിന് മാറ്റം വരുന്നതിന്, നമ്മുടെ ആത്മീയമായ ഉയർച്ചക്ക്, മുറാദുകൾ സാധ്യമാകുന്നതിന് എല്ലാ വിഷയങ്ങൾക്കും സ്വലാത്ത് മാധ്യമമായി സ്വഹാബിമാര് കണ്ടതുപോലെ, താബിയുകൾ കണ്ടതുപോലെ, തബഉത്താബിയുകൾ പതിവാക്കിയതുപോലെ സ്വലാത്തിന്റെ മേഖലയിൽ നമ്മളും മുന്നോട്ട് നിൽക്കണം. മഹാന്മാരും മഹദിമാരും എണ്ണം കണക്ക് കൂട്ടാത്ത രീതിയിൽ ഇഷ്ടം പോലെ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ പതിവാക്കിയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാതെ, അവിടുത്തെ മദ്ഹ് പാടാതെ ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു അൻഹു വിരിപ്പിലേക്ക് കടന്നു ഉറങ്ങാറില്ല. എന്നും വിരിപ്പിലേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹല്ലേ പറയുന്നത്. ആ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു അവസാനം
ഹും അസ്ലി വഫസ്ലി വഇലൈഹിം യഹിന്നു ഖൽബി طال شوقي إليهم فعجل ربي قبلي إليك. ഒരുപാട് മദ്ഹുകൾ പറഞ്ഞിട്ട് പറയും, അല്ലാഹുവേ എൻ്റെ അവലംബം അവരാണ്, ആ നബിയും സഹാബിമാരുമാണ് എൻ്റെ ആശ്രയം. ഞാൻ ഏറ്റവും കൂടുതൽ ഒത്താശയോടെ കാത്തിരിക്കുന്നത് അവരുടെ വലിയ ഒത്താശയും സഹായവുമാണ്. അവരെ കാണാൻ എൻ്റെ മനസ്സിൽ വല്ലാതെ ആഗ്രഹം കൂടിക്കൂടി പോയിട്ടുണ്ട്. നിന്നിലേക്ക് എന്നെ പിടിക്കുന്ന പിടുത്തം നീ പെട്ടെന്നാക്കി തരണം എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും മദ്ഹ് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബിമാരെയും മദ്ഹ് പറഞ്ഞിട്ട് അവസാനം പറയുന്ന വരികളാണെന്ന് ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുമ്പോൾ സന്തോഷത്തോടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവും അതേ എല്ലാ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നത് പതിവാക്കിയിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ മദ്ഹിൽ മുഖ്യമായ ഒരു ഭാഗമാണ് സ്വലാത്ത്. സ്വലാത്ത് പതിവാക്കണം, സ്വലാത്ത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. വെള്ളിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ധാരാളം സ്വലാത്ത് ചൊല്ലണം. ബഹുമാനപ്പെട്ട ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് പതിവാക്കിയിരുന്ന മഹാനാണ്. എല്ലാ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് പതിവാക്കിയിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഉസ്താദേ അതിന് ഇഷ്ടം പോലെ സമയം വേണ്ടേ എന്ന് പലരും ചോദിക്കും. സമയം നമുക്ക് ബാക്കിയാണ്. ആവശ്യമില്ലാത്ത നീക്കുപോക്കുകളും ആവശ്യമില്ലാത്ത കരപ്രയോഗങ്ങളും കൈപ്രയോഗങ്ങളും ഒന്ന് ചുരുക്കി നിർത്തി വെക്കുക. എന്നിട്ട് സമയം ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തിരിച്ചാൽ വലിയ സന്തോഷമാണ്. ബഹുമാനപ്പെട്ട ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു 1000 സ്വലാത്ത് ചൊല്ലാത്ത ഒരു വെള്ളിയാഴ്ചയും ഇല്ല. ഇഷ്ടം പോലെ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിയിട്ട് വഫാത്തായി കിടക്കുമ്പോ ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷം കിട്ടിയില്ലേ? ഹാദിഹി ബറാഅത്തും മിനന്നാരി ലിഖല്ലാദ് ഇബ്നു കസീർ. നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ഒരു വാർത്ത, ഒരു അടിക്കുറിപ്പ് ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്ക് മുകളിൽ സന്തോഷത്തോടെ വന്ന് വീണത് ജനങ്ങൾ മുഴുവനും വായിച്ചെടുത്തതല്ലേ? സ്വലാത്താണ് അതിന് മാധ്യമമായി പ്രവർത്തിച്ചത്. സഹോദരങ്ങളെ, സ്വലാത്തിന്റെ അനുഭവങ്ങൾ ചെറുതല്ല. എല്ലാ വിഷയങ്ങൾക്കും സ്വലാത്ത് മതിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അധികം സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞപ്പോ ഇദൻ തുക്ഫാ ഹമ്മുക വയുകഫറു ലക ദംബുക, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും. നിങ്ങളുടെ എല്ലാ ടെൻഷനും എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കപ്പെടും. ഏതെല്ലാം തരത്തിലുള്ള വിഷമങ്ങളാണോ, സ്വലാത്ത് അതിന് മതിയായ അവലംബമാണ്. അതേ, ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത് വരെ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, അവസാനമായിട്ടൊരു ഉപദേശം. നമ്മുടെ മക്കളെയും ചെറിയ കുരുന്നുകളെയും ഏറ്റവും കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ടതും ശീലിപ്പിക്കേണ്ടതും മദ്ഹും സ്വലാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നല്ല നല്ല ചരിത്രങ്ങളുമാണ്. അതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് ഉമ്മമാരെ ചരിത്ര പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം. ഒരു ദിവസം 1 മണിക്കൂർ അതിനു വേണ്ടി നീക്കിവെക്കുക. എല്ലാ ദിവസവും എപ്പോഴായാലും കുഴപ്പമില്ല. ഒരുപാട് കഥകൾ, ചരിത്രങ്ങൾ, നല്ല നല്ല പണ്ഡിതന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ വായിക്കുക. ഒരു ദിവസം 5 പേജ് 6 പേജ് വായിച്ചിട്ട് ചരിത്രങ്ങൾ പഠിക്കുക. കുട്ടികൾ ഭക്ഷണം കഴിക്കാനും മറ്റുമൊക്കെ വിസമ്മതം കാണിക്കുമ്പോൾ മടി കാണിക്കുന്ന നേരത്ത് നല്ല കഥകൾ, ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആ കുരുന്നു ഹൃദയങ്ങളിലേക്ക്, തെളിഞ്ഞ ഹൃദയങ്ങളിലേക്ക് നല്ല കഥകളും ചരിത്രങ്ങളും ചൊല്ലുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ മനസ്സിന് വല്ലാത്ത ആത്മീയ നിർവൃതിയും വലിയ സന്തോഷവും അതുകൊണ്ട് കൂടുതലാക്കി കൊടുക്കും.
കോമഡികളിൽ നിന്നൊക്കെ മാറാനും കൂടി ഒരു സഹായമാണത്. 3 വയസ്സായ കുട്ടികളെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് കോമഡി മത്സരം നടത്തി നോക്കൂ. ഇഷ്ടം പോലെ കോമഡികൾ കുട്ടികൾ പറഞ്ഞു തരും. നമ്മളെ ദുരന്താണത്. കുട്ടികളെ ചീത്തറിട്ട് കാര്യമില്ല, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. നമ്മളെ ദുരന്താണ്, രക്ഷിതാക്കളായ നമ്മളെ മുസീബത്താണത്. നമ്മളെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ചോർച്ചയാണത്. ചെറിയ കുട്ടികളെ നമ്മൾ നശിപ്പിച്ച് ദുഷിപ്പിച്ചൊരു ശൈലിയാണത്. അവരെ നല്ല കണ്ണും നല്ല കൽബും നല്ല കാതും കെടുത്തിക്കളഞ്ഞു. കോമഡികൾ കാണിച്ചിട്ട്, ലേറ്റസ്റ്റ് സിനിമകളും നാടകങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു കൊടുത്തുവെച്ചിട്ട്. പഴയ കാലത്തൊക്കെ വല്യപ്പാരും വല്യമാരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മോനെ, കുട്ടിക്കാലത്ത് മുത്തുനബി തങ്ങളെ കാണാതായ ഒരു കഥ. 3-ാമത്തെ വയസ്സിന്റെ തുടക്കത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവരുമ്പോൾ, മക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ കാണാതായ ഒരു കഥ. ആ ചരിത്രം ഇങ്ങനെ കേട്ട് കുട്ടി അങ്ങനെ ഭക്ഷണം കഴിച്ച് എപ്പോഴാ അത് തീർന്നതെന്നറിയില്ല, അത്രയും പെട്ടെന്ന്. ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ഏകദേശം കുട്ടിയെ കാണാതായ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ ആ വാർത്ത എത്തി. മക്കക്കാര് മൊത്തം തെരച്ചിലായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കഥ അവിടെ നിർത്തി. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടൈമാകുമ്പോൾ കുട്ടി കാത്തിരിക്കാണ് ഭക്ഷണം കഴിക്കാൻ. വല്യമ്മാനെ കാത്തിരിക്കാണ്, ഭക്ഷണം കഴിക്കണം, ആ കഥന്റെ ബാക്കി കേൾക്കണം. രാത്രി അങ്ങനെ കാത്തിരിക്കാണ്. 3 നേരവും ഒരു ചരിത്രം, വിശാലമായ ചരിത്രം, ഇല്ലാത്തതൊന്നും കടത്തിക്കൂട്ടുന്നില്ല, ഉള്ളത് വസ്തുനിഷ്ഠമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മനസ്സ് ആ ചരിത്രം കേട്ട് ദാഹിച്ചിട്ട് എത്ര സന്തോഷത്തോടെ. പിന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ ഉമ്മാമ പറഞ്ഞു കൊടുത്ത, ആ വല്ലിപ്പ പറഞ്ഞു കൊടുത്ത, ഉമ്മ പറഞ്ഞു കൊടുത്ത ആ ചരിത്രത്തിന്റെ വിശുദ്ധി മനസ്സിൽ കെടാതെ ബാക്കിയുണ്ടാകും. അല്ലിമു ഔലാദക്കും മഹബ്ബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 3 മഹബ്ബത്ത് പഠിപ്പിക്കണം. അതിലൊന്ന് മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് മഹബ്ബത്തു ആലി ബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 3-ാമത്തെ ഒന്ന് മഹബ്ബത്തുൽ ഖുർആൻ, ഖുർആനിനോടുള്ള മഹബ്ബത്ത്. അത് 3ഉം പഠിപ്പിക്കണം മക്കൾക്ക്. അതിനാ മഹബ്ബത്തിന്റെ തലങ്ങളാകുന്ന ചരിത്രങ്ങൾ വായിക്കണം. ഒക്കെ കൂടി ഇപ്പോൾ പറയാനൊന്നും കഴിയൂല. വായിച്ച് ശീലിക്കണം, നമ്മൾ പഠിക്കണം. അങ്ങനെ ചരിത്രങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് രസമായിട്ട് അവർ കേൾക്കുന്നറിയോ, അവർ പഠിക്കുന്നറിയോ. ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലെ 3-4 മക്കൾക്കിടയിൽ ആ കേട്ട കഥകളും ചരിത്രങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല ഒരു പരീക്ഷയും ചെറിയ ടെസ്റ്റ് നടത്തി നോക്കി. ബാപ്പാക്കും ഉമ്മാക്കൊക്കെ മനസ്സിന് ഒരു കുറത്തൈനിന്ന് കേൾക്കല്ലേ, ഒരു കൺകുളിർമ, മനസ്സിന്റെ കുളിർമ. കൺകുളിർമ പറഞ്ഞാൽ ഇങ്ങനെ കുറേ പൈസ ഉണ്ടായിട്ട് മോനിങ്ങനെ വന്നിട്ട് വലിയ പണക്കാരായിട്ട് ഇങ്ങനെ മാറുക, അതൊന്നല്ലേ കൺകുളിർമ എന്ന് പറഞ്ഞാൽ. കുട്ടികൾ ആത്മീയമായ രംഗത്തുള്ള ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് വരുമ്പോൾ, വികസിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതിന് കണക്കുണ്ടാകൂല. ആ ചരിത്രങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങനെ എഴുതി തിരിച്ചിങ്ങോട്ട് മറുപടി എഴുതി തരുമ്പോൾ അൽഹംദുലില്ലാ എന്തൊരു സന്തോഷമായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള സന്തോഷം എത്രയായിരുന്നു. സുബഹി നിസ്കാരത്തിന് വന്ന സ്വഹാബത്തിനോട് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന മിനശ്ശജരി ശജറതൻ മസലുഹാ മസലുൽ മുസ്ലിം. മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്. ആ മരം ഒരു മുസ്ലിമിനോട് ഉപമിക്കാൻ പറ്റിയ മരമാണ്. ഒറ്റ മരം. ഏതാ മോനെ മരം? മുസ്ലിമിനോട് ഉപമിക്കാൻ പറ്റിയ, ഉദാഹരണമാക്കാൻ പറ്റിയ ഒരു മരമുണ്ട് മരങ്ങളെ കൂട്ടത്തിൽ. ഇന്ന മിനശ്ശജരി ശജറതൻ മസലുഹാ മസലുൽ മുസ്ലിം. തങ്ങളിങ്ങനെ ചോദിട്ടപ്പോൾ സഹാബിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അന്യോന്യം നോക്കി, ഇങ്ങനെ ഉത്തരം പറയാൻ അറിയുന്ന ആൾക്കാരും ഉത്തരം പറയാൻ കിട്ടുന്ന ആൾക്കാരും പറയാതെ ഇങ്ങനെ മൗനം പാലിച്ചു നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ദാക ഷജറത്തുൻ നഖീൽ, അത് ഈത്തപ്പഴ മരമാണ്. അതിൻ്റെ എല്ലാം ഉപകാരമാണ്. അങ്ങനെയാണ് ഒരു മുസ്ലിം. ഒരു മുസ്ലിമിൻ്റെ വാക്കും നാക്കും നടത്തവും ഇരുത്തവും സമ്പർക്കവും സ്പർശനവും ദർശനവും ഒക്കെ ഉപകാരം ഉണ്ടാകണം. ഉപദ്രവം ഒന്നുകൂടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ മുസ്ലിം ആകുള്ളൂ. ഒരാൾ നോക്കിയിട്ട് മറ്റൊരാൾക്ക് ഇടങ്ങേറ്, അപ്പോൾ ശരിയായ മുസ്ലിം ആയിട്ടില്ല എന്നർത്ഥം. അയാൾ നോക്കിയിട്ട് പേടിപ്പിക്കാണ് അറിയില്ലേ, നോക്കിയിട്ട് പേടിപ്പിച്ചിട്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. അയാൾ പറഞ്ഞു പേടിപ്പിച്ച് ഇടങ്ങേറാക്കില്ല. അയാളെ നമ്മളെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇടങ്ങേറായി ഇല്ല. എല്ലാം സന്തോഷമാണ്, എല്ലാം ഉപകാരമാണ്. അങ്ങനെ ഈ ഉത്തരം പറഞ്ഞിങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ വാപ്പിയും മോനും ഇങ്ങനെ പോകാണ്. ഉമർ റളിയല്ലാഹു അൻഹും മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഉപ്പാ
ആ ഉത്തരം എനിക്ക് കിട്ടിയിരുന്നു എന്നാണ്. കറക്റ്റ് ആ ചോദ്യത്തിന്റെ ഉത്തരം തങ്ങൾ ആ പറഞ്ഞ ഷജറത്തുൻ നഖീൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു. റളിയല്ലാഹു പറഞ്ഞു, പൊന്നു മോനെ, ആ ഉത്തരം ആ സദസ്സിൽ വെച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം ഉണ്ടാവും. ആലോചിക്കങ്ങള്, ദീനാ പള്ളിയിൽ ഏറ്റവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ്സ് ജുമുഅ കഴിഞ്ഞാൽ പിന്നെ സുബഹിയാണ്. അത്ര ആള് കൂടുന്ന സദസ്സ് വേറല്ല. ജുമുഅക്കാണ് ഏറ്റവും ടോപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ സുബഹിയാണ്. ആ സുബഹിയിലുള്ള ആ സ്വഹാബിമാർക്കിടയിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉത്തരം എന്ന് പറഞ്ഞാൽ ആ ഉപ്പാന്റെ സന്തോഷം, എളാപ്പാന്റെ മൂത്താപ്പാന്റെ ഒക്കെ ഒരു സന്തോഷം. നമ്മളെ കുട്ടികളല്ല ഉത്തരം ഉത്തരവിധങ്ങൾ മുന്നിൽ വെച്ചിട്ട് തങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രാർത്ഥന ദുനിയാവുക്കും ആഖിറത്തിലേക്കും ഒക്കെ ഖനമുള്ള ഭാരമുള്ള സന്തോഷമുള്ള ഒരു ദുആ. എന്തൊരു സന്തോഷമായിരിക്കും അത്. പക്ഷേ അബ്ദുല്ലാഹി ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ, നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പറയാതിരുന്നാണ്. റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ച് എൻ്റെ മോന ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ. അതാണ് ഒരു ഖുർറത്ത് അയ്യുൻ, ഒരു കൺകുളിർമ, ഒരു മനസ്സിന്റെ സന്തോഷം. അതിന് പറ്റുന്ന പാകതയിൽ ഉമ്മമാരെ, നമ്മുടെ മക്കളെ മഹബത്തിലായി സന്തോഷത്തിലായി അവരെ വളർത്തിയെടുക്കണം. ഈ 3 മഹബത്തുകളും, അതിൽ മഹബത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് നിർബന്ധപൂർവം നമ്മൾ പഠിപ്പിക്കണം. സ്വലാത്തുകളൊക്കെ ഉമ്മ ഇങ്ങനെ സന്തോഷത്തോടെ ചൊല്ലിയിട്ട് മക്കൾ ഇങ്ങനെ അത് ഏറ്റു ചൊല്ലണം. ഉമ്മ ഇങ്ങനെ ഈണത്തോടെ പാടിക്കൊടുക്കേണ്ട സ്വലാത്തിന്റെ വരികളാണ്, മദ്ഹിന്റെ വരികളാണ്. അപ്പൊ കുട്ടികളും അതിനനുസരിച്ച് അങ്ങനെ ഏറ്റുപാടും. അങ്ങനെയുള്ള വീടുകളിലൊക്കെ, നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ മൗലൂദും കാര്യങ്ങളൊക്കെ പഠിച്ചത് എങ്ങനെ, ഉമ്മാരങ്ങനെ ചൊല്ലുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കുട്ടികൾ നിന്നിട്ട് ഓരം പറ്റിയിട്ട് അങ്ങനെ ജവാബ് ചൊല്ലിയിട്ട് അങ്ങനെ പഠിച്ചു. അങ്ങനെ അത് ശീലമായി. പിന്നെ അങ്ങനെ പഠിച്ചെടുത്ത് ചൊല്ലുമ്പോഴേക്ക് ബാക്കി ചൊല്ലി. അതല്ലേ ഒരു സന്തോഷം. അങ്ങനെ ഒരു സന്തോഷാവസ്ഥയിലാക്കിയിട്ട് മക്കളെ വളർത്തിയെടുത്തിട്ട് മഹബത്തിന്റെ തലങ്ങൾ വികസിപ്പിക്കണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഭക്ഷണത്തിലേക്ക് സഹായിച്ച, ഭക്ഷണം പാചകം ചെയ്ത, അത് പാക്ക് നടത്തിയ, മറ്റൊരുപാട് സഹകരണങ്ങൾ ചെയ്ത, ഇവിടെ ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ ഇതിനു വേണ്ടി സഹായിച്ച പ്രവർത്തകന്മാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാകട്ടെ. നമ്മുടെ പരിപാടി ജമാഅത്തുൽ ഊലയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങി വരാനുള്ള കാരണം അറിയാലോ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ 2 സഹോദരങ്ങൾ കുടുംബത്തിന് വേണ്ടി, നാടിനു വേണ്ടി, നമുക്കെല്ലാവർക്കും സന്തോഷത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോയതിനിടയിലാണ് നമ്മെ അവർ വിട്ടുപിരിഞ്ഞത്. ആ 2 പേരുടെയും ബർസഖിയായ ലോകം അല്ലാഹു തആല സന്തോഷത്തിലായി കൊടുക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസിന്റെ സന്തോഷം അവരെ ഹളറത്തിലേക്ക് കൺകുളിർമയാർന്ന അമലായി നീ എത്തിക്കണേ റഹ്മാനെ. എല്ലാവിധ സന്തോഷങ്ങളും ദറജകളും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. എന്തെങ്കിലും വൈകല്യങ്ങൾ ഞങ്ങളെ സഹോദരങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ അത് അഫുവാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസിലൊക്കെ നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തിത്വങ്ങളാണ് അല്ലാഹുവേ. അതുപോലെ നല്ല നല്ല പേടിയും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി സമുദ്രത്തിലിറങ്ങിയിട്ട് നാടിന് വേണ്ടി നല്ല ഖിദ്മത്ത് ചെയ്ത് വലിയ കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകന്മാർ ഞങ്ങളുടെ നാട്ടിലും പരിസരങ്ങളിലും ഒക്കെയുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും, ജോലികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ നീ ബറക്കത്തുകൾ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആ 2 പേരുടെയും കുടുംബങ്ങൾക്ക്, അവരുടെ മക്കൾ, പേരമക്കൾക്ക് നീ സമാധാന ജീവിതം നൽകണേ റഹ്മാനെ. നല്ല സന്തോഷാവസ്ഥയിലായി ഇസ്സത്തിലായി നീ അവരെ വളർത്തണേ റഹ്മാനെ. ദീനിന് ഉപകാരപ്പെടുന്ന നല്ല ഖാദിമീങ്ങളാക്കി നീ അവരെ ഉയർത്തണേ റഹ്മാനെ. ഇവിടെ നടക്കുന്ന ദർസിനെയും മറ്റു സ്ഥാപന സംരംഭങ്ങളെയും ഒക്കെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾ, അതിലൊക്കെ സഹകരിക്കുന്ന ചെറുപ്പക്കാർ, പ്രവർത്തകന്മാർ, ഒത്താശകൾ ചെയ്യുന്ന ഉമ്മമാർ, പെങ്ങന്മാർ, എല്ലാവർക്കും നീ ബറക്കത്തുകൾ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്തുകൾ ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സാക്കി നീ കബൂലാക്കണേ അല്ലാഹ്.